السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരന്മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീദുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഫിഖ്ഹ് ക്ലാസ്സിൽ കിതാബുസ്സല നമസ്കാരം എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഹുക്മുസ്സല നിസ്കാരത്തിൻ്റെ വിധി ആർക്കെല്ലാം നിർബന്ധമാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സാഹചര്യങ്ങൾ, സമയത്ത് തൊട്ട് ബന്ധിപ്പിച്ച് നിസ്കരിക്കാതെ അലസമായി ഒഴിവാക്കിക്കളഞ്ഞാൽ എന്താണ് ഹുക്മ്, ബോധപൂർവം തന്നെ നിസ്കരിക്കാത്തവൻ്റെ വിധി എന്താണ്, ഇനി നിസ്കാരം നിർബന്ധമില്ല എന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ്റെ വിധി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. നിസ്കാരം ബോധപൂർവം ഒഴിവാക്കിയവൻ മതഭ്രഷ്ടനായി മാറും, മുർത്തദ്ദായി മാറും എന്നത് പറഞ്ഞു. ആ രിദ്ദത്തിൻ്റെ പേരിൽ അവനെ കൊന്നുകളയുക എന്നതാണ് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഇസ്ലാമിക കോടതി നൽകുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷയാണ് എന്നതും പറഞ്ഞു. ഇനി അതിനു മുമ്പായി അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതുണ്ടോ? തൗബ ചെയ്ത് ആത്മാർത്ഥമായി അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ആ തൗബ സ്വീകരിച്ചുകൊണ്ട് അവനെ വെറുതെ വിടാമോ എന്നൊക്കെയുള്ള മസാലകളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. ഭരണാധികാരിക്ക് അവിടെ മസ്ലഹത്ത് എന്താണെന്ന് നോക്കി കൂടുതൽ നന്മ എന്താണെന്ന് പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില സംഭവങ്ങളെ തെളിവായി പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. ഇനി 1258 മസ്ലയാണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ? മേൽത്തോ എടുത്തല്ലോ, എടുത്തു നമ്മൾ. ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. ഉമർ പറഞ്ഞു അവരെ നമുക്ക് ജയിലടക്കണം എന്ന് പറഞ്ഞു നിസ്കരിക്കാൻ വിശ്രമിക്കുന്ന ആളുകളെ അവരെ ജയിലടക്കണം 3 ദിവസം എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ അല്ലഹു അറാദ സിജ്നഹും യുകർരിറ ഇസ്തിതാബതഹും, അങ്ങനെ അവരെ 3 ദിവസം ജയിലടക്കണം എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അവിടെ വീണ്ടും തൗബ ചെയ്യാൻ ആവശ്യപ്പെടാം എന്ന നിലക്കായിരിക്കാം എന്നാണ്. ലഅല്ലഹും യർജിഊൻ, ഒരുപക്ഷെ അവർ മടങ്ങിയേക്കാമല്ലോ. ഒരു തവണ തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടു, അവർ തൗബ ചെയ്യാൻ തയ്യാറായില്ല, എന്നാൽ ജയിലിൽ തന്നെ കിടക്കട്ടെ, അവർ വീണ്ടും അവരോട് മറ്റൊരിക്കൽ പോയി പറയാം, പിന്നെയും പോയി പറയാം. അങ്ങനെ പല തവണ നിസ്കാരത്തിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുത്ത് ചെയ്ത തെറ്റിൻ്റെ ഗൗരവം പറഞ്ഞ് അവർ തൗബ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ അവർ കുറ്റബോധമുണ്ടായി അങ്ങനെ മടങ്ങാൻ സാധ്യതയുണ്ടല്ലോ എന്നായിരിക്കാം ഉമർ ഖത്താബ് കൊണ്ട് ഉദ്ദേശിച്ചത്. മാത്രവുമല്ല ഫഇൻ റജഉ, അങ്ങനെ അവർ മടങ്ങുകയാണെങ്കിൽ അത് അംഗീകരിക്കാം. ഇല്ലെങ്കിൽ ഖതലഹും, അവരെ കൊന്നുകളയുകയും ചെയ്യാം. ലിവാഫിഖ മാ വറദ ഫി സുന്നത്തി മിനൽ അംരി ബിഖത്ലിഹിം, അത്തരം ആളുകൾക്ക് വധശിക്ഷ നൽകണമെന്ന ഹദീസിൽ വന്നതിനോട് യോജിക്കുവാൻ
വേണ്ടി. ഹദീസ് വന്നല്ലോ അവർക്ക് വധശിക്ഷ നൽകണമെന്നുള്ളത്. അപ്പോൾ ഉമർ ഖത്താബിന് എങ്ങനെ ജയിലടിച്ചാൽ മതി എന്ന് പറയാം? പറയാൻ പറ്റുമല്ലോ. ശരീഅത്തിൽ വഹ്യ് പ്രകാരം ഒരാൾക്ക് വധശിക്ഷ നൽകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ നൽകേണ്ടതില്ല, ജയിലടിച്ചാൽ മതി ഇത് ഉമർ ഖത്താബ് ഏതായാലും പറയില്ല. അപ്പം രണ്ടും കൂടെ ജംഅ് ചെയ്യാനുള്ള മാർഗമാണ്. ഉമർ ഖത്താബ് അവർ ജയിലടക്കണം എന്ന് പറഞ്ഞത് സ്ഥിരമായി എന്നേക്കും ജയിലടക്കണം എന്ന അർത്ഥത്തിലായിരിക്കില്ല. അവരോട് വീണ്ടും വീണ്ടും തൗബ ചെയ്യാൻ ആവശ്യപ്പെടാവുന്ന ഒരു സാവകാശം, അതിനു വേണ്ട ഒരു സമയം, ആ സമയത്തേക്ക് അവർ ജയിലടക്കുന്നു. അവരോട് ആവർത്തിച്ച് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനിടയ്ക്ക് തൗബ ചെയ്താൽ അവരെ വെറുതെ വിട്ടയക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ അവരെ കൊന്നുകളയുക എന്ന അർത്ഥത്തിലായിരിക്കും ഉമർ ഖത്താബ് അവിടെ ഉദ്ദേശിച്ചത് എന്നൊരു വജ്ഹ് അതിന് പറയുകയാണ്. ഇനി ഫഇൻ താബൽ മുർത്തദ്ദു വഇല്ലാ ഖുതില. ഫഇൻ താബൽ മുർത്തദ്, ഒരു മുർത്തദ് തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ, വഇല്ലാ ഖുതില, ഇല്ലെങ്കിൽ അവനെ കൊല്ലപ്പെടും. അവനർത്ഥം തൗബ ചെയ്താൽ സ്വീകരിക്കാൻ അർത്ഥം, അത് പറയേണ്ട ആവശ്യമില്ല. ഫൈൻ താബൽ മുർത്തദ് ഖുബില എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മുർത്തദ് തൗബ ചെയ്താൽ ഖുബില, സ്വീകരിക്കപ്പെടും. വഇല്ലാ ഖുതില, ഇല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടും. പിന്നെ ഖുബില പറയേണ്ടതില്ല, അത് വാചകത്തിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അവിടെ പറയാതെ പോകുന്നത്. ഫൈൻ താബൽ മുർത്തദ്, മുർത്തദ്ദായ മതപുഷ്ടനായ ഒരാൾ തൗബ ചെയ്തു, തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു, അയാൾ ആവശ്യപ്പെട്ട തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു, അയാൾക്ക് ബോധ്യപ്പെട്ടു, അയാളെ കുറ്റം മനസ്സിലായി, അയാളത് ആത്മാർത്ഥമായി പരസ്യമായി പശ്ചാത്തപിക്കാൻ തയ്യാറായി, എങ്കിൽ അയാൾ ആ തൗബ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അയാളെ വിട്ടയക്കാം. ഇനി അയാൾ തൗബ പഠിച്ചോ സ്വീകരിക്കുമല്ലേ, അത് നമ്മൾ ഏൽപ്പിച്ച പണിയല്ല, അത് റബ്ബും അയാളും കൂടി തീരുമാനിക്കട്ടെ. പരലോകത്ത് അയാൾക്ക് അനുസരിച്ച് അപ്പോൾ വിധി ഉണ്ടായേക്കാം. അതേ മുർത്തതാണ്. ഇപ്പോൾ തൗബ ചെയ്യാൻ ആവശ്യപ്പെടാം, ഇല്ല, ഇവിടുന്ന് ഇത് ഒഴിവാക്കിയാൽ തന്നെ അവർ മുർത്തതായി പോയി. അപ്പോൾ അവർ തൗബ ചെയ്യാൻ ആവശ്യപ്പെടാം. അങ്ങനെ തൗബ ചെയ്തു എങ്കിൽ അത് നമുക്ക് സ്വീകാര്യയോഗ്യമായി പരിഗണിക്കാം. പ്രത്യക്ഷത്തിൽ തൗബ ചെയ്തെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. എന്നാൽ അത് ആത്മാർത്ഥമായിട്ടാണോ അയാളെ മനസ്സിൽ ചൊഴി നോക്കി അയാളെ ഇഖ്ലാസിനെ പരിശോധിച്ച് അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അതിൽ തൗബ ചെയ്യുകയാണ് എങ്കിൽ അത് സ്വീകരിക്കപ്പെടും. ഇല്ല, അത് തൗബ ചെയ്യുന്നില്ലെങ്കിലോ ഖുതില, അവർ കൊല്ലപ്പെടുകയും ചെയ്യും. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മദ്ഹബിലും അല്ലാത്തതുമെല്ലാം ഇത് ഒരുവിധം പണ്ഡിതന്മാർക്ക് പറഞ്ഞ അഭിപ്രായം ഇത് തന്നെയാകുന്നു. ഇമാം മാലിക് മദ്ഹബ്, ഇമാം ഷാഫിയുടെ മദ്ഹബ്, ഹംബലി മദ്ഹബിലൊക്കെ ഈ ഒരു ആശയം തന്നെയാണ്. തൗബ ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ കൊന്നുകളയണം എന്ന് തന്നെയാണ് അവരെല്ലാം പറഞ്ഞ ന്യായമായി കാണാൻ സാധിക്കുന്നത്. ഹനഫി മദ്ഹബിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരെ അറസ്റ്റ് ചെയ്യുക, ഇത് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുക, തൗബ ചെയ്യുന്നത് വരെ അവർ അറസ്റ്റ് വിളിക്കട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ മരിക്കുന്നവരെ ജീവപര്യന്തം ഒരു തടവിലാക്കുക. അപ്പോൾ ഒന്നുകിൽ അവർക്ക് എപ്പോഴും തൗബ ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ ജയിലിൽ കിടന്ന് അവർ മരിച്ചോട്ടെ, ആജീവനാന്തം അവരെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഹനഫി മദ്ഹബിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അതാണ് വഹാദ ഖൗലുൽ ജുംഹൂർ എന്ന് പറഞ്ഞത്. ഭൂരിപക്ഷത്തിൻ്റെയും കൗല് ഇതാണ്. അപ്പം എല്ലാവരുടെയും കൗല് ഇതല്ല അർത്ഥം. എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ ഇത്തിഫാക്കുള്ള അഭിപ്രായമല്ല. അതുകൊണ്ടാണ് ജുംഹൂർ, ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തിനാണ് കൊല്ലുന്നത്? റിദ്ദത്തിഹി, റിദ്ദത്തിന് കാരണത്താൽ, മതഭ്രഷ്ടനായി എന്ന കാരണത്താലാണ് അവൻ കൊല്ലപ്പെടുന്നത്. അപ്പം മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന പണിയാണ്. മതത്തിൽ അനിവാര്യമായും അറിയപ്പെട്ടൊരു കാര്യത്തെ നിഷേധിക്കുക, നിഷേധ പ്രവണത പ്രകടമാവുക എന്നത് അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണമാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഇസ്ലാമിക കോടതിയിൽ അത്തരമൊരു കേസ് വന്നാൽ ആ കോടതി അയാളെ വിചാരണ ചെയ്ത് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ എന്നത് വധശിക്ഷയാണ്. അത് റിദ്ദത്താണതിന് കാരണം. ലിഅന്ന ഇസ്റാറഹു അലാ തർക്കി സ്വലാം, കാരണം ലിഅന്ന ഇസ്റാറഹു, അയാൾ ക്ഷണിച്ചു നിൽക്കുന്നു എന്നത്, അലാ തർക്കി സ്വലാം, നിസ്കാരം ഉപേക്ഷിക്കുക എന്നതിൽ അയാൾ ക്ഷണിച്ചു നിൽക്കുന്നു, ഹത്താ യുഖ്തല, കൊല്ലപ്പെടുമാറ്. തൗബ ചെയ്യാൻ പറഞ്ഞിട്ടും തൗബ ചെയ്യാതെ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്ന് മനസ്സിലായിട്ടും അയാൾ വസ്തുതയ്ക്കാൻ തയ്യാറില്ല. അങ്ങനെ അയാൾ ക്ഷണിച്ചു നിൽക്കുകയാണ് എങ്കിൽ അത് അലാമത്തുൻ ളാഹിറത്തുൻ, അത് പ്രത്യക്ഷമായ അടയാളമാണ് അലാ ഇൻകാരിഹി ലിഫർദിയ്യതിഹാ, നിസ്കാരം ഫർളാണ് എന്നതിനെ അയാൾ നിഷേധിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു തെളിവായി അതിനെ കണക്കാക്കാം.
അപ്പം അയാൾക്ക് നിസ്കാരം ഫർളാന്നൊക്കെ അഭിപ്രായമുണ്ട്, നിഷേധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അയാളുടെ അത്രയും ഇസ്ലാമിക കോടതി ആവശ്യപ്പെടുന്നു, അയാൾ പശ്ചാത്തപിക്കുന്നില്ല, വധശിക്ഷ ലഭിക്കുമെന്ന് വരെ പറഞ്ഞിട്ടും അയാൾക്ക് യാതൊരു ഭാവമാറ്റവുമില്ല, തൗബ ചെയ്യാൻ തയ്യാറുമല്ല എങ്കിൽ അതിനർത്ഥം ആ ഫർളിനെ അയാൾ നിഷേധിക്കുന്നു എന്നാണ്. അതിനടയാളമായിട്ടാണ് അയാളുടെ ആ ശാഠ്യത്തെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പം അതിൻ്റെ പേരിൽ ആ കോടതിക്ക് അയാൾക്ക് വധശിക്ഷ നിശ്ചയിക്കാം, വിധിക്കാം. അതിന് ഇസ്ലാമിൽ അധികാരമുണ്ട് എന്നർത്ഥം. പിന്നെ അടുത്ത മസല 1259 മസല. വതൗബത്തു താരിഖി സ്വലാത്തി കസ്ലൻ തകൂനു ബിഅദാഇഹി ലഹാ. ഈ തൗബ ചെയ്യാന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരേ രീതിയല്ല തൗബ. നമ്മൾ നേരത്തെ പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവരെല്ലാം ഒരേ നിലവാരമല്ലല്ലോ. ചിലർ ഫർളില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു, ചിലർ ഫർളാണ് സമ്മതിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വിസമ്മതിക്കുന്നു. നിസ്കാരമൊക്കെ ഫർള് തന്നെയാണ്, പക്ഷെ അവൻ നിസ്കരിക്കുന്നില്ല, എനിക്ക് തൽക്കാലപ്പോൾ നിസ്കരിക്കാനും കഴിയൂല, നിസ്കാരം ഫർള് തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു. അല്ലെങ്കിൽ ഒരു അലസത കൊണ്ട് നിസ്കരിക്കൂല എന്ന് വാശിയൊന്നുമില്ല, പക്ഷേ അയാളങ്ങനെ അത്ര ഗൗരവം അതിന് കണ്ടിട്ടുള്ളൂ. നാലാമത് അറിവില്ലായ്മ കൊണ്ട്, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്, ഇസ്ലാം 5 നേരം നിസ്കാരം ഫർളാന്ന് അയാൾക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല, അത് ഇത്ര ഗൗരവമാണ് എന്നൊന്നും അയാൾക്ക് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള 3-4 തരത്തിലുണ്ടാകാം ഒഴിവാക്കുന്നവർ. അതുകൊണ്ട് തൗബ ചെയ്യലും എല്ലാവർക്കും ഒരുപോലെയല്ല. അവൻ്റെ നിലപാടനുസൃതമായി തന്നെയാണ് തൗബയും ഉണ്ടാവുക. അതാണ് തൗബത്തു താരിഖി സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ തൗബ. എങ്ങനെ ഉപേക്ഷിക്കുക? കസ്ലൻ, അലസതയാൽ നിസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ ഫർളാൻ അംഗീകരിക്കുന്നു, നിസ്കരിക്കാൻ സന്നദ്ധനാണ്, എന്നാലും മടി കാരണം അയാൾ നിസ്കരിക്കുന്നില്ല. അത്തരം ഒരാളാണ് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എങ്കിൽ അങ്ങനത്തെ ഒരാളെ പിടിച്ചു, ഒരു ഇസ്ലാമിക പോലീസ് പിടികൂടി അയാളെ കോടതിയെ ഹാജരാക്കി ഗൗരവമൊക്കെ പറഞ്ഞെടുത്തു, അയാൾക്കിത് മനസ്സിലായി, തൗബ ചെയ്യാൻ തയ്യാറായി എങ്കിൽ അയാളുടെ തൗബ എന്നത് തകൂനു ബി അദാഇഹി ലഹാ, ആ നിസ്കാരത്തെ നിർവഹിക്കലാണ് അവിടെ തൗബ. ഞാൻ തൗബ എന്ന് പറഞ്ഞാൽ പോരാ, നിസ്കരിക്കണം. ഒരാൾ അലസതയാണല്ലോ, അപ്പോൾ അലസതയ്ക്ക് വിട്ടു, ഒരു ഗൗരവം മനസ്സിലായി, നിസ്കരിക്കാൻ തയ്യാറായി എന്ന് പ്രവൃത്തിപദത്തിൽ ബോധ്യപ്പെടണം. അതാണ് അവൻ തൗബയുടെ അടയാളമായി കണക്കാക്കുക. ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിന്നെ നിസ്കരിക്കാതെ പോവുകയാണെങ്കിൽ അത് തൗബയിട്ട് കൂട്ടില്ല. ഫയർജു ഇലൽ ഇസ്ലാമി ബിദാലിക, ഫയർജു, അപ്പോൾ അവൻ മടങ്ങിയതായി കണക്കാക്കും, ഇതൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്, ബിദാലിക, അത് നിർവഹിക്കൽ കൊണ്ട് തന്നെ. കാരണം അന്ന കുഫ്റഹു ബിൽ ഇംതിനാഇ മിൻ അദാഇഹ, അവന് കുഫ്ർ സംഭവിച്ചത് നിസ്കരിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണല്ലോ. അതിനാൽ ഫയദ്ഖുലു ഫിൽ ഇസ്ലാമി ബിഫഇലി മാ കഫറ ബിസബബി തർക്കിഹി ലഹു, എന്തു കാരണത്താലാണോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ നിമിത്തമായത്, ആ കാരണം ഇല്ലാതായാൽ ഇസ്ലാമിലേക്ക് അവൻ തിരിച്ചു പ്രവേശിച്ചുവെന്ന് കണക്കാക്കാം. ആത്മാർത്ഥം പശ്ചാത്തപിച്ചു, അവൻ നിസ്കാരം ആരംഭിച്ചു, നിസ്കരിക്കാൻ തുടങ്ങി എങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നതിൻ്റെ അടയാളമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും. അല്ല തൗബ ചെയ്തു പറഞ്ഞ് തോളോണ്ട് പറഞ്ഞു പിന്നെ അതിൻ്റെ ഒന്നും കാണുന്നില്ല, അത് പോരാ. അപ്പോൾ അലസത കൊണ്ടാണ് അവൾ നിസ്കരിക്കാത്തത് എങ്കിൽ അയാൾ നിസ്കരിക്കാൻ സന്നദ്ധമാവുക എന്നതാണ് തൗബയുടെ അടയാളമായി പരിഗണിക്കപ്പെടുക. അതാണ് ഒരു മസ്അല. ഇത് 1260 മസ്അല. മൻ തറക സ്വലാത്ത ജഹ്ലൻ ബിവുജൂബിഹ, മൻ തറക സ്വലാ, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചു, ജഹ്ലൻ ബിവുജൂബിഹ, വാജിബാണ് എന്ന് അറിയാതെ, അയാൾക്ക് അറിയില്ല നിസ്കാരം വാജിബാണ്, അയാൾ എവിടുന്നോ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചു, 5 വക്താൻ കൃത്യമായി നിസ്കരിക്കണം എന്നൊന്നും അയാൾക്ക് നിസ്കരിക്കണം എന്നറിയാം, പക്ഷെ അത് വാജിബാണ്, നിസ്കരിക്കാൻ ഇസ്ലാമിന് പുറത്ത് പോകുന്ന പണിയാണ് എന്നൊന്നും അറിയില്ല. നിസ്കാരം ഉണ്ട് നാളെ നിസ്കരിക്കണം എന്ന് പറയാം, പക്ഷെ അത്ര വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ്, ഫർളാണെന്നോ വാജിബാണെന്നോ, നിസ്കരിക്കാൻ ഞാൻ മതപുഷ്ടനാകുന്നോ, അതൊന്നും അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അയാൾ നിസ്കാരം ഒഴിവാക്കി. ഫബഖിയ മുദ്ദത്തൻ, അങ്ങനെ ഒരു വലിയ കാലയളവ് അയാൾ കഴിച്ചുകൂട്ടി, ലം യുസല്ലി, നിസ്കരിക്കാതെ കുറേ കാലം നിസ്കരിച്ചില്ല. പിന്നെ എവിടുന്ന് യാദൃശ്ചികമായ ഒരു ക്ലാസ് കേട്ടപ്പോഴോ അല്ലെങ്കിൽ ഒരാളുമായി സംസാരിച്ചപ്പോഴോ ഒക്കെ എനിക്ക് മനസ്സിലായത് നിസ്കാരം അത്ര ഗൗരവമാണ്. അപ്പോഴേക്കും ഒരുപാട് കാലം നിസ്കരിക്കാതെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സുമ്മ അലിമ ബഅദ ദാലിക ബിവുജൂബിഹ, സുമ്മ അലിമ, പിന്നീട് അവന് മനസ്സിലായി, ബഅദ ദാലിക, അതിന് ശേഷം, ബിവുജൂബിഹ, നിസ്കാരം വാജിബാണ് എന്നവന്
മനസ്സിലായി. കഹാലി കസീരിൻ മിൻ ഹദീസി അൽ ഇസ്ലാമി ഫി ഹാദൽ അസ്ർ. കഹാലി കസീരിൻ, ധാരാളം ആളുകളുടെ അവസ്ഥ ഉള്ളതുപോലെ. ആരുടെ? മിൻ ഹദീസി അൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന പലരും ചെയ്യുന്നത് പോലെ. ഫി ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ ഇസ്ലാം സ്വീകരിക്കും. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയ ഒരു ചെറിയൊരു ഉപദേശമോ ഏതെങ്കിലും ഒരാൾ സംസാരിച്ചതോ ഒക്കെയായി അയാൾക്ക് ഇസ്ലാം കുഴപ്പമില്ല, മനസ്സിലായി, ഇസ്ലാമിനെ സ്വീകരിച്ചു. പിന്നെ ബാക്കിയൊന്നും പഠിക്കാൻ അയാൾക്ക് സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ 5 നേരം നിസ്കരിക്കണമെന്ന് അയാൾക്ക് അത്ര ഗൗരവമായിട്ട് അറിയുകയുമില്ല. അപ്പം അത്തരം ആളുകൾ പക്ഷേ ദീർഘമായ കാലം നിസ്കരിക്കാതെ അങ്ങനെ പോകും. അത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ സാധാരണ ആണല്ലോ. അത് അദ്ദേഹം പറയുന്നത്. വമിസ്ലഹു, അയാളെപ്പോലെ തന്നെയാണ് മൻ അദ്ദ സ്വലാത്ത, നിസ്കാരം നിർവഹിച്ച ഒരാളും അലാ വജ്ഹിൻ ഗൈരി സ്വഹീഹിൻ, സ്വഹീഹ് അല്ലാത്ത രീതിയിൽ നിസ്കാരം നിർവഹിച്ച ഒരാളും. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ഒരാൾ ഒതുണ്ടാക്കാൻ നിസ്കരിക്കണം വിചാരിക്കാം. എത്രയോ കൊല്ലം അയാളങ്ങനെ ഒതുക്കാൻ നിസ്കരിച്ചു, അയാൾക്ക് അറിയില്ല ഒതുക്കാൻ അത്ര വലിയൊരു നിർബന്ധം, അയാൾക്ക് അറിയില്ല, നിസ്കരിക്കുന്നുണ്ട്. എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് പറ്റൂല. അങ്ങനെയൊക്കെ ശരിയല്ലാത്ത രൂപത്തിൽ നിസ്കരിച്ച ഒരാളെപ്പോലെ. ഖിബിലയിലേക്ക് അല്ലാതെ നിസ്കരിച്ച ഒരാളെപ്പോലെ. മിന്ദൂൻ ഇജ്തിഹാദിൻ, അതിന് അയാൾ പ്രത്യേകിച്ച് അയാൾ പരിശ്രമിച്ചിരുന്നില്ല, ഖിബില എവിടെ നോക്കിയിടുന്നില്ല. അയാൾക്കങ്ങനെ ഖിബിലക്ക് നിസ്കരിച്ചെങ്കിലേ നിസ്കാരം ശരിയാവുള്ളൂ എന്നൊക്കെ അറിയില്ല. അയാൾ കാലങ്ങളെ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ കിഴക്കും പടിഞ്ഞാറും നോക്കിയിട്ടില്ല. അയാൾ സമയമാകുമ്പോൾ എവിടെയെങ്കിലും പറ്റിയ സ്ഥലം നോക്കും, അവിടെ തിരിഞ്ഞാൽ നിസ്കരിക്കും. അത് പടിഞ്ഞാട്ടിക്കാണോ കഴബിക്കാണോ അതൊന്നും പരിഗണിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാളെപ്പോലെ. അങ്ങനെ എത്രയോ കാലം നിസ്കരിച്ചു. പിന്നെ ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് ഈ നിസ്കാരം കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താ ഇപ്പം നിസ്കാരം, ഇത് കൈക്കോട്ടാണല്ലോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എത്ര കാലം നിസ്കരിക്കുന്നത് പറഞ്ഞാൽ അത് പറ്റൂല. നിസ്കരിക്കുമ്പോൾ ഖിബിലക്ക് തിരിയണം. അപ്പോഴയാൾക്ക് മനസ്സിലാവുന്നത് ഖിബിലക്ക് തിരിയുക എന്നുള്ളത് ഫർളായ കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അവിടെ പറഞ്ഞു മിൻ ദൂൻ ഇജ്തിഹാദ് എന്ന് പറഞ്ഞു. ഇജ്തിഹാദ് ഇല്ലാതെ, ഇജ്തിഹാദോടുകൂടിയാണെങ്കിലോ പ്രശ്നമില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥലത്തെത്തി ഖിബില എങ്ങോട്ടാ അറിയില്ല, ഏത് ഭാഗത്തേക്കാണ് ഖിബില എന്ന് അറിയില്ല. അല്ല, അയാൾ പരമാവധി പരിശ്രമിച്ചു, ഖിബിലയുടെ ഒരു ദിശ കിട്ടാൻ വേണ്ടി അയാൾ മാക്സിമം ശ്രമിച്ചു. അങ്ങനെ അയാൾക്ക് മനസ്സിലായി ഇന്ന ഭാഗത്തേക്കാണ്, അവർക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. അങ്ങനെ അത് ഖിബിലായി നിശ്ചയിച്ചു. അയാൾ കുറേ കാലം നിസ്കരിച്ചു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഖിബില അങ്ങണ്ടല്ലാന്ന്. അപ്പോൾ ചിലപ്പോൾ പുതിയ പ്രദേശത്ത് വീടെടുത്തു, അവിടെ വേറെ വീടുകളില്ല, അടുത്ത് പള്ളിയില്ല, ഒന്നുമില്ല. ഇന്നിപ്പോൾ പ്രശ്നമില്ല, മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ നമുക്ക് ഡയറക്ഷൻ കിട്ടും. അതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അയാൾ ഏതാണ്ടൊക്കെ അങ്ങ് നോക്കി സൂര്യൻ്റെ നേടും മറ്റൊക്കെ നോക്കിയിട്ട് ഏതാണ്ട് ഖിബില കണക്കാക്കി അയാൾ നിസ്കാരം തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് വേറെ ആൾ വന്നപ്പോൾ അയാൾ ഇതേപ്പറ്റി പറയുന്ന ആളാണ്. അപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഖിബില എങ്ങനെ വരുമല്ലോ, ഒന്ന് നോക്കുക. അപ്പോൾ നോക്കി പറയാം ഖിബില ശരിയല്ല, ഖിബില എങ്ങണ്ടാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ കുറേ വർഷങ്ങൾ അങ്ങോട്ട് നിസ്കരിച്ചിട്ടുണ്ടാവും. ചില പള്ളികൾ വരെ പഴയ കാലത്ത് അങ്ങനെ അബദ്ധം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കാലത്ത് കിട്ടി. പഴയ കാലത്ത് പള്ളികൾ വരെ പലതും പിന്നീട് പള്ളി ഖിബില ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല പള്ളിയിലും ഒരു ഘട്ടത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. ഖിബില നിർണ്ണയിക്കാനുള്ള ചില ആധുനിക സംവിധാനമൊക്കെ മനസ്സിലായി വന്നപ്പോൾ പല പള്ളിക്കും പോയി ഖിബില ചെക്ക് ചെയ്യുമ്പോൾ പള്ളിൻ്റെ ഖിബില ശരിയല്ല എന്ന് മനസ്സിലായ ഒരുപാട് സംഭവങ്ങൾക്ക് പഴയകാലത്ത് പറഞ്ഞു കേൾക്കാം. അമാനി മൗലവിയൊക്കെ അതിൽ പ്രത്യേക പുസ്തകം തന്നെ എഴുതി. ഖിബില നിർണ്ണയത്തെപ്പറ്റി ബന്ധപ്പെട്ടുകൊണ്ട് അമാനി മൗലവിയൊക്കെ പ്രത്യേകം ഗ്രന്ഥം തന്നെ എഴുതിയ ഒരു സമയത്താണ് അത്ര. ഖിബില നോക്കുമ്പോഴേക്കും അറിയാതൊക്കെയും ചില അടയാളങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഖിബില നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ പല പള്ളികളെയും ഖിബില ശരിയല്ല എന്ന് മനസ്സിലായിട്ടാണ് അമാനി മൗലവിയൊക്കെ അന്ന് അതിൽ പ്രത്യേകമായ പുസ്തകം തന്നെ ആവശ്യത്തെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അല്ലാഹു അഅലം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഖിബില, ഖിബിലയിലേക്ക് അല്ലാതെ നിസ്കരിച്ച ഒരാളെ പോലെ ദൂന ഇജ്തിഹാദിൻ, ഇജ്തിഹാദ് കൂടാതെ. അപ്പം ഇജ്തിഹാദ് ചെയ്തു, നിസ്കരിച്ചു, അത് അബദ്ധമായി, അയാൾക്കിത് ബാധകമല്ല. അയാൾ പരിശ്രമിച്ചിട്ടുണ്ട്, ഖിബില അറിയാം, ഖിബിലക്ക് തിരിയണം നിർബന്ധം അറിയാം, അയാൾ മാക്സിമം പരിശ്രമിച്ചു. ആ പരിശ്രമത്തെ അയാൾക്ക് ബോധ്യപ്പെട്ടത് പ്രകാരം അയാൾ നിസ്കരിച്ചു. ആ ബോധ്യം തെറ്റായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. അയാൾക്കൊരു പ്രശ്നമില്ല, എപ്പോൾ മനസ്സിലായോ അവിടെ മുതൽ ശരിയാക്കിയാൽ മതി. ആ പരിശ്രമം ഒന്നും നടത്തിയിട്ടില്ല, അയാൾ ഖിബില പരിഗണിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. അയാൾ അങ്ങനെ ഏത് വഴിക്കും നിസ്കരിക്കലുണ്ട്. അയാൾക്ക് അറിയില്ല ഖിബില അത്ര വലിയ ഫർളാണ് എന്ന് അറിയില്ല. അതുമല്ലെങ്കിൽ സ്വഹീഹ് അല്ലാത്ത വുളൂയോടുകൂടി നിസ്കരിച്ച ഒരാളെപ്പോലെ. വുളൂ ഉണ്ടാക്കുന്നുണ്ട്, അയാൾ കാലകളില്ല, വുളൂ ഉണ്ടാക്കും, പക്ഷെ കാല അയാൾ
കഴിയലില്ല, തലി നടുവിട്ടാണ് പോകും. അയാൾക്ക് അറിയില്ല, അയാൾ അങ്ങനെയാണ് കുറെ കാര്യത്തിൽ ഒന്നുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുണ്ടാക്കിയിട്ട് കീഴ്വായി പോയാലും ഒതുവും മുറിഞ്ഞു അയാൾ കണക്കാക്കിയിട്ടില്ല. അയാൾക്കറിയാം അയാൾ മൂത്രയിച്ചാലൊക്കെ ഒതു മുറിയുള്ളൂ, കീഴ്വായി പോയ ഒതു മുറിയില്ല എന്ന് മനസ്സിലാക്കി അയാളങ്ങനെ കീഴ്വായി പോയാലും ആ ഒതുവിൻ്റെ അങ്ങനെ സ്ത്രീകളുണ്ട്. അങ്ങനെയൊക്കെ അബദ്ധത്തിൽ പോയി ചാടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ ശരിയല്ലാത്ത രീതിയിൽ നിശ്ചയിച്ച ആളെപ്പോലെ തന്നെയാകുന്നു മേലെ പറഞ്ഞ ആളും. ഏത് വുജൂബാണ് എന്ന് അറിയാതെ നിസ്കാരം ഒഴിവാക്കിയ ഒരാൾ. അതുപോലെ തന്നെയാണ് അബദ്ധവശാൽ ശരിയല്ലാത്ത രൂപത്തിൽ നിസ്കരിച്ച ഒരാളും അതുപോലെ തന്നെയാകുന്നു. വക്കാനത്ത് ഔ യുസല്ലിയ, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കുന്നു ദൂന യക്തസില മിനൽ ജനാബത്തി, ജനാബത്തിൽ നിന്ന് കുളിക്കാതെയാണ് നിസ്കരിക്കുന്നത്. ഈ ജനാബത്തുണ്ടായി, ജനാബത്ത് കുളിയും നിസ്കാരവും ബന്ധമുണ്ടെന്നൊക്കെ അറിയില്ല. അയാൾ ജനാബത്ത് കുളിച്ചിട്ടില്ല, അയാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾക്ക് അറിയില്ല ആ കുളി കുളിച്ചെങ്കിലേ ഈ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരാൾ വനഹബിലാലിക്ക, അതുപോലെയുള്ളതും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വക്കാനത്ത് ഹാദിഹിൽ മുദ്ദത്തു ത്വവീലത്തൻ, ആ കാലഘട്ടമാവട്ടെ കുറേ ദീർഘമാവുകയും ചെയ്തു. ഒരുപാട് കാലം അയാൾ അങ്ങനെ കഴിഞ്ഞു പോയി. ദീർഘമായ മാസങ്ങളോ ദീർഘമായ വർഷങ്ങളോ അയാൾ അങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചത്. പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത് ഈ രീതി ശരിയല്ല, എൻ്റെ നിസ്കാരമൊന്നും ശരിയായിട്ടില്ല എന്നവർക്ക് മനസ്സിലായി. എങ്കിൽ ഫഹാ ഉലായി, ഇവരൊക്കെ ലാ യജിബു അലൈഹിം ഖദാഉ മാ തറകൂഹു, അവർക്കൊന്നും ലാ യജിബു അലൈഹിം, അവർക്കൊന്നും നിർബന്ധമില്ല ഖദാഉ മാ തറകൂഹു, അവർ വീഴ്ച വരുത്തിയതിൽ ഖദാ വീട്ടൽ നിർബന്ധമില്ല. മിന സ്വലവാത്തി, നിസ്കാരങ്ങൾ, ഔ അദ്ദൗഹു അലാ വജ്ഹിൻ ഗൈരി സ്വഹീഹിൻ, സ്വഹീ അല്ലാത്ത രൂപത്തിൽ നിസ്കരിച്ച നിസ്കാരവും അയാൾ വീട്ടേണ്ടതില്ല എന്നാണ് ഇവരുടെ കാര്യത്തിലുള്ള ഹുക്മ്. അതൊരു വ്യത്യാസം പറഞ്ഞവരുണ്ട്, പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായങ്ങളൊക്കെ ഇതാണ്. കാരണം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തു, അറിവില്ലായ്മയാണല്ലോ. അപ്പോൾ അറിവില്ലായ്മ എന്നത് ഒരു ഉഴ്ദറാണ് പല വിഷയത്തിലും. ഇസ്ലാമിൽ ജഹല്, അറിവില്ലായ്മ എന്നത് ഉഴ്ദറാണ്, പലതിലും അംഗീകരിക്കപ്പെട്ട ന്യായമാണ്. എനിക്ക് അറിയില്ല, അതുകൊണ്ട് അയാൾ ചെയ്യാത്തത്. അയാൾക്ക് എപ്പോഴാണോ അറിവ് കിട്ടിയത് അപ്പോൾ അയാൾ തിരുത്തുകയും ചെയ്തു. ഇത് അറിയില്ല എന്ന് പറയുമ്പോഴും അറിയാൻ ശ്രമിക്കാതിരിക്കുക എന്നത് അയാളുടെ വീഴ്ച തന്നെയാണ്. അതിനും സാഹചര്യമില്ലാത്ത ആൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അയാൾ ജീവിക്കുന്ന നാട്ടിൽ ഒറ്റപ്പെട്ട മുസ്ലിമാണ്, അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, അറിയുന്നവരാരുമില്ല, അവിടെ പള്ളികളില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമൊക്കെ ആണെങ്കിൽ അറിയാൻ പറയാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ സംവിധാനമുണ്ട്, പള്ളിയുണ്ട്, നോക്കാൻ ആളുണ്ട്, ചോദിക്കാൻ ആളുണ്ട്, ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട്. അയാളൊന്നും തിരിഞ്ഞു നോക്കാതെയും പരിഗണിക്കാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നടന്നാൽ അതൊക്കെ എഴുതറല്ല. അപ്പോൾ ജഹിൽ എന്ന് പറയുമ്പോഴും ആ ജഹിലിന് ന്യായമായ സാഹചര്യം ഉണ്ടാവണം. അല്ലാതെ ഇൽമുണ്ടാകാൻ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയിട്ടും ആ സാഹചര്യം ഉപയോഗപ്പെടുത്താതെ അയാൾക്ക് ജഹിലാണ് എന്ന് പറഞ്ഞു പോയാൽ അത് ജഹിലായിട്ട് കണക്കാക്കപ്പെടുകയില്ല. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട സാഹചര്യങ്ങളൊക്കെ അയാൾ നിസ്കാരം പിന്നെ മടക്കേണ്ടതില്ല എന്നതാണ് അയാളുടെ വിഷയത്തിലുള്ളത്. ഇത് ഹസൻ ബസ്രി റഹിമഹുല്ല, അതേപോലെ ഹംബലി മദ്ഹബിലെ അഭിപ്രായം, ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം തുടങ്ങിയവർ ഒക്കെ ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു റൂട്ടാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല മിൻഹാജുസ് സുന്ന എന്ന കിതാബിൽ പറഞ്ഞൊരു ഭാഗം ഇവിടെ അദ്ദേഹം താഴെ അടിക്കുറിപ്പായി കൊടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ പോയിന്റ്, വസ്സവാബു ഫീ ഹാദൽ ബാബി കുല്ലിഹി, നമ്മുടെ കിതാബിൽ ഉണ്ടാവില്ല, അന്നൽ ഹുക്മ ലാ യസ്ബുതു ഇല്ലാ മഅ തമക്കുനി മിനൽ ഇൽമി. ഇതിലുണ്ടോ? കിതാബിലുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. അതിൽ ഈ പറയപ്പെട്ടതിലൊക്കെ ഈ ഹുക്മ സ്ഥിരപ്പെടുക ഇല്ല, ഇല്ലാ മഅ തമക്കുനി മിനൽ ഇൽമി, പഠിക്കാൻ സൗകര്യമുണ്ടായെങ്കിൽ അല്ലാതെ. വഅന്നഹു ലാ യഖ്ലി മാ ലം യഅലം വുജൂബഹു, വാജിബാണെന്ന് അറിയാത്ത കാര്യങ്ങളൊന്നും അയാൾ പിന്നീട് ഖദാ വീട്ടേണ്ടതും ഇല്ല. ഫഖദ് സബത ഫി സ്വഹീഹി അന്ന മിന സ്വഹാബത്തി മൻ അകല ബഅദ തുലൂഇൽ ഫജ്രി ഫി റമളാന ഹത്താ തബയ്യന ലഹു ഹബ്ലുൽ അബ്യദു മിൻ അസ്വദി വലം യഅ്മുറുഹും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖദാഇ. സ്വഹാബിമാർ ചിലരൊക്കെ ഫജ്റിന് ശേഷവും ഭക്ഷണം കഴിച്ചു റമളാനിൽ. അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കിയത് ഫകുലു വസ്റബു ഹത്താ യതബയ്യന ലക്കുൽ ഖൈത്തുൽ അബ്യദു മിൻ ഖൈത്തിൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നല്ല പറഞ്ഞു. അപ്പോൾ ചില സ്വഹാബിമാർ അത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി,
അങ്ങനെ കിടക്കുമ്പോൾ ഒരു വെള്ള നൂലും കറുത്ത നൂലും കൂടി കെട്ടിയിട്ടോടെ. എന്നാൽ അത് വ്യക്തമാകണ വരെ ഭക്ഷണം കഴിക്കാം. വെള്ള നൂലിൽ നിന്ന് കറുത്ത നൂല് വേർതിരിച്ച് മനസ്സിലാകണ വരെ ഭക്ഷണം കഴിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് സുബഹി ബാങ്ക് കൊടുത്തോ മറ്റും പരിഗണിച്ചാൽ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ ഇരുട്ടിനാണല്ലോ, അപ്പം അത് വ്യക്തമാവില്ലല്ലോ. അപ്പോൾ നല്ലോണം വെളിച്ചം വെച്ച് ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാകുന്നത് വരെ ഭക്ഷണം കഴിക്കാമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഭക്ഷണം കഴിച്ച സ്വഹാബികളുണ്ടായിരുന്നു. അങ്ങനെ നബി അടുത്ത് വന്ന് പിന്നെ പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് അതല്ല, അവിടെ ഉദ്ദേശം കറുത്ത നൂല് പറഞ്ഞാൽ രാത്രി, വെളുത്ത നൂല് പറഞ്ഞാൽ പകല്. അപ്പം രാവിലെ നിന്ന് പകൽ വേർതിരിയുന്നവരെ എന്ന് പറഞ്ഞാൽ ഫജർ വരെ, ഫജർ ആയാൽ പിന്നെ ഇല്ല എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പം അവരോടൊക്കെ ആ നോമ്പ് നിങ്ങൾ നോറ്റ് വിട്ടണം എന്ന് നബി പറഞ്ഞില്ല. അവരിപ്പോൾ അബദ്ധത്തിൽപ്പെട്ടതാണല്ലോ. അപ്പം നിങ്ങൾ ആ നോമ്പ് ബാത്തിലായതുകൊണ്ട് ഇനി ആ നോമ്പ് പിന്നെ നോറ്റ് വിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇതിനുള്ള ഒരു തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒമിൻഹും മൻ കാന യംകുസു ജുനുബൻ മുദ്ദതൻ ലാ യുസല്ലി വലം യകുൻ യഅലമു ജവാസ സ്വലാത്തി ബിത്തയമ്മുമി. ചില സ്വഹാബിമാർ ജനാബത്തുണ്ടായപ്പോൾ തയമ്മും ചെയ്താൽ മതി എന്ന് അറിയാത്തത് കൊണ്ട് അവർ കുളിക്കാതെ അങ്ങനെ നിസ്കരിച്ചവർ, മണ്ണിൽ കിടന്ന് ഉരുണ്ടവർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുളിക്കാൻ വെള്ളമില്ല, പകരം തയമ്മും ചെയ്താൽ മതി എന്ന് ആ സ്വഹാബിക്ക് അറിയില്ല. പിന്നീടാണ് നബിയടുത്ത് വന്നപ്പോൾ മനസ്സിലായത് തയമ്മും കുളിക്ക് പകരവും തയമ്മും ചെയ്യാം. അവരോടും അന്ന് നഷ്ടപ്പെട്ട നിസ്കാരം നിങ്ങൾ നിസ്കരിച്ച് വീട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അബീദർജിൻ ഉമർ ഖത്താബ് വഅമ്മാരിൻ, അബൂദർ, ഉമർ ഖത്താബ്, അമ്മാർ ബിൻ യാസിർ ലമ്മ അജ്നബ വലം യഅ്മുർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ മിൻഹും ബിൽ ഖളാഇ. ഇവരൊക്കെ ജനാബത്തുണ്ടായി, നിസ്കാരത്തിൽ ചില പിന്നെ തകരാറ് അതുവഴി സംഭവിച്ചു, തയമ്മം ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അവരോടൊന്നും ആ നിസ്കാരം പിന്നെ നിസ്കരിച്ചു വിട്ടാൻ നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. മാത്രമല്ല വലാ ശക്ക അന്ന ഖൽഖൻ മിനൽ മുസ്ലിമീന ബിമക്ക വൽ ബവാദി സാറു യുസല്ലൂന ഇലാ ബൈത്തുൽ മുഖദ്ദസ് ഹത്താ ബലഹും നിസ്ഖു ലം യുഅ്മറു ബിൽ ഇആദ. ഖിബില മാറ്റം വിധി ഉണ്ടായപ്പോൾ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്കാണല്ലോ ഖിബില, പിന്നീട് കഅബയിലേക്ക് തിരിയാൻ വേണ്ടി കൽപ്പന വന്നു. ആ കൽപ്പന അറിയാത്ത പലരും പിന്നീടും അതിനുശേഷം ബൈത്തുൽ മുഖദ്ദസ് നിസ്കരിച്ചിരുന്നു. ചിലപ്പോൾ വക്തുകളോ ദിവസങ്ങളോ കഴിഞ്ഞിട്ടാണ് അവരൊക്കെ അറിഞ്ഞത് നബിക്ക് ആയത്തിറങ്ങിയിട്ടുണ്ട്, ഖിബില മാറിയിട്ടുണ്ട്, ഇനി കഅബയാണ് ഖിബില. അപ്പോഴേക്കും ചിലപ്പോൾ ചില വക്തൊക്കെ ഒരു പഴയ കഅബയ്ക്ക് നിസ്കരിച്ചു, ദിവസങ്ങൾ തന്നെ നിസ്കരിച്ചു. അവരോടൊന്നും നബി തങ്ങൾ ആ നിസ്കാരം പിന്നീട് വീട്ടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വമിസ്ലു ഹാദാ കസീർ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഹാദാ യുതാബിഖുൽ അസ്ല അല്ലദി അലൈഹി സലഫ് വൽ ജംഹൂർ അന്ന അല്ലാഹു തആല ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു തആല ഒരു അടിമയോടും കഴിവിനപ്പുറം കീർത്തിക്കുക ഇല്ല എന്ന അസ്ല്, ആ അസ്ലിനോട് ഇതാണ് യോജിക്കുന്നത്. അയാൾക്ക് അത്രേ അറിയുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് അറിയാത്ത സംഗതി അയാൾ ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ അയാൾക്ക് അതിന് വേറെ ആക്ഷേപമില്ല എന്നതാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. ഫൽ വുജൂബു മശ്റൂത്തുൻ ബിൽ ഖുദ്റ. ഒരു കാര്യം വാജിബാവുക എന്നത് ഖുദ്റത്ത് എന്ന ഷർത്തോട് ബന്ധപ്പെട്ടതാണ്. ഖുദ്റത്ത് എപ്പോണ്ടോ അപ്പോഴാണ് വാജിബാവുക, ഖുദ്റത്തില്ലേ വാജിബില്ല. ആ ഖുദ്റത്ത് ഏതാണ്? ഇവിടൊക്കെ അറിയുക എന്നതാണ്. അപ്പം അതിന് സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ അവർക്കത് നിർബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു വലാ തൽസമു ശറാഇഉ ഇല്ലാ ബഅദൽ ഇൽമി. ശരീഅത്ത് നിയമങ്ങളെല്ലാം അത് അറിഞ്ഞതിന് ശേഷമാണ് നിർബന്ധമാവുക. ഇസ്ലാമിൽ നിയമമുണ്ടെങ്കിൽ ആ നിയമം നമുക്ക് എപ്പോൾ നിർബന്ധമാകും? നമ്മളെ നിയമമുണ്ടെന്ന് അറിയുമ്പോൾ. ആ നിയമം നമുക്കറിയില്ല എങ്കിൽ നമുക്ക് ആ നിയമം നിർബന്ധമില്ല എന്നതാണ്. وهو أحد الوجهين في مذهب أحمد فعلى هذا لا تلزم الصلاة حربيا أسلم في دار الحرب ولا يعلم وجوبها. മുസ്ലിമീങ്ങളുമായി ശത്രുതയിലുള്ള അമുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാൾക്ക് പാടൊന്നും അറിയില്ല, അയാൾ മുസ്ലിമീങ്ങളെ കാണുന്നില്ല, മുസ്ലിങ്ങളെ ഇടപഴകുന്നില്ല, ചുറ്റുപാത്രമെല്ലാം മുസ്ലിങ്ങളാണ്, ആ മുസ്ലിങ്ങൾക്ക് മുസ്ലിമീങ്ങളുമായി ശത്രുതയിൽപ്പെടുന്ന ആളുകളാണ്. അവിടെ ഇസ്ലാമിലേക്ക് വന്ന ഒരാളെ പോലെ അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒന്നും നിർബന്ധമില്ല. അയാൾക്ക് എപ്പോഴാണോ ഇസ്ലാമിലെ നിയമങ്ങൾ മനസ്സിലായി വരുന്നത് ആ അറിവ് കിട്ടുന്നതനുസരിച്ച് അയാൾക്കത് നിർബന്ധമായി വരികയാണ് ചെയ്യുക എന്നും ഷെയ്ഖ് സാഹിബ് തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. അപ്പോൾ ആ അസ്ല പ്രകാരമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ഉദാഹരണത്തിന് ശേഷം പറയുന്നുണ്ട്. അവൻ അഖദൻ ഫാസിദൻ മുഖ്തലിഫൻ ഫീ ഇജ്തിഹാദിൻ ഔ തഖീദിൻ വത്തസല ബിഹിൽ ഖൈദു ലം യുഅ്മർ ബിറദ്ദിഹി. ഒരു തെറ്റായ കച്ചവടം ഒരാൾ ചെയ്തു,
ആ കച്ചവടം പാടില്ല എന്നറിയില്ല, അങ്ങനെ കച്ചവടം ചെയ്യാൻ പാടില്ല അറിയില്ല. അയാൾ ചെയ്തു, അയാൾ മനസ്സിലാക്കിയത് പറ്റുന്നതാണ്. കച്ചവടമൊക്കെ ചെയ്തു, എല്ലാം അണപ്പായി പോയി. കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ആ കച്ചവടം ചെയ്യാൻ പാടില്ല കച്ചവടമാണ്. അയാൾ ഇനിയിപ്പോൾ അന്ന് വിറ്റ സാധനം തിരിച്ചവിടുന്ന് വാങ്ങിക്കൊണ്ടിരണം, ഈ പൈസ മടക്കി കൊടുക്കണം എന്ന് പറയോ? ഇല്ല, അത് കഴിഞ്ഞു പോയി. അയാൾക്കന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞിട്ട് അയാൾ ചെയ്താണെങ്കിലോ പറ്റില്ല. അറിവില്ലായ്മ അവിടെ എല്ലാം ഉഴുതറാണ്. ഒക്കെ അതായത് നിക്കാഹും അതുപോലെ തന്നെയാണ്. ഇതാ ബാണിലഹു ഖത്തഉൽ അവിത്തഖീദി വഖദ് ഇൻഖദഅ അൽ മഫ്സദു ലം യുഫാറഖ് വഇൻ കാന മഫ്സദു ഖായിമൻ ഫാറഖഹ. ഒരു നിക്കാഹ്, ആ നിക്കാഹ് ഒരു ഇജ്തിഹാദിൽ തെറ്റായ വഴിക്കൽ ചെയ്തു, അയാൾക്കറിയില്ല അങ്ങനെ നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്ന്. പിന്നീട് ചിലപ്പോൾ ഒരിക്കൊന്ന് ജീവിച്ചു, കുട്ടികളും മക്കളൊക്കെ ആയി, കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാണത് ആ നിക്കാഹ് ശരിയായിട്ടില്ല എങ്കിൽ അവിടെ വേർപിരിയാൻ പറയണോ? എല്ലാ കേസിലും പറയേണ്ടതില്ല. എന്താണോ അതിൻ്റെ മഫ്സദ്, ആ മഫ്സദ് ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ വേർപിരിയാൻ പറയണം. ഉദാഹരണമായിട്ട് പെങ്ങളെ പോയി കെട്ടി, പെങ്ങളാന്ന് അറിയില്ല, ബാപ്പാക്ക് ഇവിടെ വേറെ സ്ഥലത്ത് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, കുട്ടി ഉണ്ടായിരുന്നു, ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ സന്ദർഭവശാൽ വിവാഹാന്വേഷണമൊക്കെ വന്നു, അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് കെട്ടിയ ഭാര്യ പെങ്ങളെയാണ്, ബാപ്പാൻ്റെ മോളെന്നെയാണ്, മെഹറമാണ്. അപ്പോൾ അവിടുത്തെ മഫ്സദ് എന്താണ്? മെഹറമുകൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല, ആ മെഹറമത്ത് നിലയ്ക്കുന്നുണ്ട് എങ്കിലും അതവിടെ എപ്പോൾ അറിഞ്ഞോ അപ്പോൾ പിരിയണം. കാരണം അവിടെ മെഹറമിയത്ത് എന്ന മഫ്സദ് നിലനിൽക്കുന്നത്. നബിയുടെ കാലത്ത് സംഭവം ഉണ്ടായി. ഒരു സ്വഹാബി വിവാഹം കഴിഞ്ഞ് ഒന്ന് ജീവിതം ആരംഭിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഇവരോട്, എനിക്കോളെ കെട്ടാൻ പറ്റുന്നല്ലോ, നിങ്ങൾക്ക് രണ്ടാക്കും ഞാൻ മുല തന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ മുല തന്നിട്ടുണ്ട്, അവിടെ മുലകുടി ബന്ധത്തിലൂടെ രണ്ടുപേരും സഹോദരന്മാരാണ്. അപ്പോൾ രണ്ടാക്കും അറിയില്ല, ഇങ്ങനെ സ്ത്രീ മുല തന്ന വിഷയം തന്നെ നമുക്ക് രണ്ടാക്കും അറിയില്ല. സംഗതി പ്രശ്നമായി, ഇങ്ങനെ ഒരു ഉന്നയിക്കപ്പെട്ടല്ലോ. അങ്ങനെ നബിയുടെ അടുത്തെത്തി, നബിയോട് പറഞ്ഞു നബി എങ്ങനെ വിഷയമുണ്ട്, നബിയോട് വിളിപ്പിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ രണ്ടാക്കും മുല കൊടുത്തിട്ടുണ്ട്, മുല കൊടുത്ത സന്ദർഭവും സാഹചര്യമൊക്കെ വിശദീകരിച്ചു. നബി ഞങ്ങളോട് പിരിയാൻ പറഞ്ഞു. അവിടെ നബി പറഞ്ഞു കൈഫ വഖദ് ഖീൽ, ഇങ്ങനെ ഉന്നയിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി എങ്ങനെ നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരായി തുടരും? അവരോട് പിരിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതുവരെ അവർ ഭാര്യഭർത്താക്കന്മാരെ ജീവിച്ചതിന് കുറ്റം കിട്ടുമോ? ഇല്ല, അവർക്കറിയില്ല. എപ്പോഴാണോ അറിഞ്ഞത് അവിടെ വെച്ചത് അവസാനിപ്പിച്ചു. അതാണ് അതിലൊക്കെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ആ ഗണത്തിലാണ് ഈ പറയപ്പെട്ടവരൊക്കെ ഉൾപ്പെടുക. ഒരു നിസ്കാരം വുജൂബെന്ന് അറിയില്ല, അവിടെ നിസ്കരിച്ചില്ല. അല്ലെങ്കിൽ നിസ്കാരത്തിന് വുദൂ നിർബന്ധം അറിയില്ല, അവിടെ വുദൂ ഉണ്ടാക്കാതെയും വുദൂ ഉണ്ടാക്കിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നുണ്ടാക്കും, ചിലപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല. അത് നിർബന്ധമായ കാര്യമാണ് എന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ വുദൂ ചെയ്തു സ്വഹിയായ രൂപത്തിലല്ല, അല്ലെങ്കിൽ ഖിബില അയാളത്ര പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ രീതിയിൽ നിസ്കരിച്ച ഒരാൾ അറിവില്ലായ്മ കൊണ്ട് അവരങ്ങനെ എത്ര കാലം അങ്ങനെ ചെയ്തു പോയാലും ശരി, പിന്നീട് അയാൾക്ക് അറിവ് കിട്ടി അയാൾ തിരുത്തുമ്പോൾ ആ പഴയ കാലമെല്ലാം കൂടെ മുൻകാല പ്രാബല്യത്തിൽ അയാൾ മടക്കാൻ പറയണോ? വേണ്ട, ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷേ ആവശ്യമില്ല എന്നാണ് ഇവിടെ നമ്മുടെ മുസന്നിഫ് ഗ്രന്ഥകാരൻ സ്വീകരിച്ച നയം. വല്ലാഹു അഅലം. അതിൽ ഈ സംഭവങ്ങളൊക്കെ പറയുന്നു. സ്വഹാബിമാർക്കിടയിൽ നോമ്പിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായത്, ജനാപത്തിൻ്റെ വിഷയത്തിൽ തൈമം ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് തൈമം ചെയ്യാതെ പോയത്, ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് തെളിവായി അതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെയൊന്നും നിസ്കാരം തെറ്റി നിസ്കരിച്ച ഒരാൾ, നമ്മൾ ഫിഖ് ക്ലാസ് എപ്പോഴും പരാമർശിച്ചു പോയ ഹദീസാണത്. നബി തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, അവിടെ പള്ളിൻ്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് അവിടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബിനെ കണ്ടപ്പോൾ വന്നു, സലാം ചൊല്ലി. സലാം മടക്കിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇർജിഅ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി വീണ്ടും നിസ്കരിക്കുക, നിന്റെ നിസ്കാരം ശരിയല്ല, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പോയി വീണ്ടും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബിനത്തേക്ക് വന്ന് പിന്നെയും വന്നു സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇർജിഅ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി നിസ്കരിച്ചോ, നിസ്കരിച്ചിട്ടില്ല. അയാൾ പിന്നെയും പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പിന്നെയും നബിനടുത്ത് വന്നു, സലാം ചൊല്ലി. സലാം മടക്കി. നബി തങ്ങൾ പറഞ്ഞു ഇർജിഅ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി, വീണ്ടും പോയി നിസ്കരിക്ക്, നിസ്കാരം ശരിയല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു നബിയെ ലാ ഉഹ്സിനു ഇല്ലാ ഹാദാ, എനിക്ക് ഈ നിസ്കാരം അറിയുള്ളൂ പറഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞയച്ചാലും ഈ നിസ്കാരം അങ്ങനെ നിസ്കരിക്കണം, എനിക്ക് അതല്ലാത്ത നിസ്കാരം എനിക്കറിയില്ല. എന്നാൽ അവിടെ ഇരിക്കുകയാണ്. ഇരുത്തി നബി തങ്ങൾക്ക് നിസ്കാരം പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിട്ട വരെയുള്ള നിസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. അപ്പം ഈ മനുഷ്യനോട്
ഇത് ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരം എല്ലാം നീ മടക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പം നിസ്കരിച്ച നിസ്കാരം മാത്രമാണ് മടക്കാൻ പറഞ്ഞത്. എനിക്ക് ഈ നിസ്കാരം അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആഹാ എത്ര കൊല്ലം നിസ്കരിക്കണു, ഇത്ര ആയി എന്നിട്ട് കണക്കൂട്ടി കൊടുത്താണ്ട് ഇത്ര വക്തവിലാവും, അതൊക്കെ ഇനി രണ്ടാമത് നിസ്കരിക്കണം എന്ന് നബി തങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ ആസന്നമായ നിസ്കാരം സമയമുണ്ട്, ആസന്നമാണ് എങ്കിൽ അത് മാത്രം മടക്കാൻ പറഞ്ഞു. അപ്പോൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരം ശരിയല്ല, നമുക്ക് മനസ്സിലായി. സലാം പൊട്ടിക്ക് പറയാം നിസ്കാരം ശരിയായിട്ടില്ല. രണ്ടാമത് നിസ്കരിച്ചപ്പോൾ കുപ്പായത്തിന് നേഴ്സുണ്ട്, ശരീരത്തിന് നേഴ്സുണ്ട്, അയാൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അയാൾ പറയാം അതാ നേഴ്സുണ്ട്, നിസ്കാരം ശരിയാ, ഒന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് രണ്ടാമത് നിസ്കരിച്ചാൾ. അപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ ഇന്നലെ ഇട്ട കുപ്പായം ഇപ്പം എന്താ കാട്ടുക, സാരമില്ല, ഇപ്പം രാവിലത്തെ സുബയും ഇന്നലത്തെ ഇശാക്ക് മുന്നേ നിസ്കരിക്കണോ? വേണ്ട, അത് കഴിഞ്ഞ് പോയി. സമയം ആസന്നമായി നിൽക്കുന്ന ആ നിസ്കാരം അയാൾ വീണ്ടും മടക്കി നിസ്കരിക്കണം. അതാണ് ഈ സംഭവത്തിന് മനസ്സിലാണത്. അതാണ് ഹദീസു മുസീ സ്വല എന്ന് പറഞ്ഞത്. നിസ്കാരം തെറ്റിച്ചാളുടെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസാണത്. ഹദീസു മുസീ സ്വല. അപ്പോൾ അയാളുടെ നിബിധങ്ങൾ ആവശ്യപ്പെട്ടില്ല ബി ഇആദത്തി മാ മളാ മിന സ്വലവാത്ത്, കഴിഞ്ഞു പോയ നിസ്കാരങ്ങളെല്ലാം മടക്കണമെന്ന നിബിധങ്ങൾ കൽപ്പിച്ചില്ല. സിവസ്വലാത്തിൽ ഹാദിറത്തി, ആസന്നമായ നിസ്കാരമല്ലാതെ അതിന് മുമ്പ് കഴിഞ്ഞു പോയ നിസ്കാരങ്ങളെല്ലാം മടക്കി നിസ്കരിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞില്ല. വലം യഅ്മുർ അദിയ്യ ബിൻ ഹാത്തിമിൻ ബിഖളാഇ മാ അകല ഫീഹി ബഅദ തുലൂഇൽ ഫജ്ർ മിൻ അയ്യാമി റമളാന. നേരത്തെ പറഞ്ഞ സംഭവം, റമളാനിൽ ഫജ്ർ വെളിവായതിന് ശേഷവും ഭക്ഷണം കഴിച്ചതിന് ആ നോമ്പെല്ലാം നോറ്റുവിട്ടണമെന്ന് അദിയ്യ ബിൻ ഹാത്തിമിയുടെ നബിതങ്ങൾ പറഞ്ഞിട്ടുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, വെളുത്ത നൂലും കറുത്ത നൂലും കൂടെ രണ്ടും കെട്ടിവെച്ചിട്ട് അത് രണ്ടും വെളിവാകണ വരെ ഭക്ഷണം കഴിച്ചു പോയ ആളുകൾ, അതിൽപ്പെട്ട സുഹൈബിയാണ് അദീ ഇബ്നു ഹാത്തിം. പഴയ കാലത്ത് യഹൂദി ക്രിസ്ത്യാനിയായിരുന്നു, പിന്നെയാണ് അദ്ദേഹം മുസ്ലിമായി വന്നൊക്കെ. അത് ഈ സ്വർണ്ണക്കുരിശിട്ട് വന്നാണ്. അദീ ഇബ്നു ഹാത്തിം അറിയപ്പെട്ട വാപ്പാൻ്റെ മോനാണ്. ഹാത്തിം ത്വാഇ എന്നറിയപ്പെടുന്ന വലിയ ഔദാര്യവാനാണ്. ഔദാര്യത്തിൽ അറബികൾ അന്ന് മുതൽ ഇന്ന് വരെയും ഇക്കാലത്ത് പോലും ധാരാളമായി ഔദാര്യം ചെയ്യുന്ന ഒരാളെ പറ്റി അയാൾ ഹാത്തിമിൻ്റെ ഔദാര്യമാണെന്ന് പറയും. ജവാദുൽ ഹാത്തിം. ഹാത്തിം ത്വാഇ എന്നാൽ എല്ലാവരെയും കൈയറിഞ്ഞ് സഹായിച്ച മനുഷ്യനാണ്, ഒന്നും നോക്കാതെ ജാഹിലിയ്യ കാലത്ത്. അപ്പം അന്ന് ഔദാര്യത്തിൽ ഉദാഹരണമായി വിവരിക്കപ്പെടുന്ന ആളായിരുന്നു ഹാത്തിം ത്വാഇ. അയാളുടെ മകനാണ് അദീ. ആ അദീ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ അടുത്ത് വന്നൊക്കെ ഉണ്ട്, സ്വർണ്ണക്കുരിശിട്ട് വരുന്നൊക്കെ അവിടെ കാണാം അദീകത്തൊക്കെ. അപ്പം എത്ര ആരാധ്യന്മാർ എനിക്കുണ്ട് എന്ന് വെച്ചപ്പോൾ 6 ഭൂമിയിലും 1 ആകാശത്ത് എന്ന് പറഞ്ഞു. 7 ആരാധ്യന്മാർ ഞാൻ അറിയിക്കുന്നുണ്ട്, 6 ആരാധ്യന്മാർ ഭൂമിയിലുണ്ട്, 1 ആകാശത്തുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് ബുദ്ധിമുട്ട് കഷ്ടപ്പാടും വന്നാൽ ഇതിൽ ആരോടാ ചോദിച്ചു? അത് ആകാശത്തുള്ളതിനോട് പറഞ്ഞു. മഴ ഞാൻ ആരോട് ചോദിക്കാച്ചു? അത് ആകാശത്തുള്ളതിനോട് പറഞ്ഞു. അങ്ങനെ കുറേ സംബന്ധിച്ചു എനിക്കുമ്പോൾ അത് ആകാശത്തുള്ള ചോദിക്കുള്ളൂ. എന്നാൽ പിന്നെ എനിക്ക് എല്ലാത്തിനും പോലെ എന്താ എനിക്ക് ബാക്കി 6 ചോദിച്ചു. അത് ശരിയാണല്ലോ, എന്നാൽ ശരി ഞാൻ ഒഴിവാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ ആ അദീയാണ് ഈ നോമ്പിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ഈ ആയത്തിറങ്ങിയപ്പോൾ എന്ന ആയത്തിൻ്റെ പ്രത്യക്ഷം മനസ്സിലാക്കിക്കൊണ്ട് ഫജ്റിന് ശേഷവും ഭക്ഷണം കഴിച്ചത്. അദ്ദേഹത്തോട് നബി ഞങ്ങൾ പറഞ്ഞില്ല ആ നിസ്കാരം അല്ല ആ നോമ്പ് രണ്ടാമത് നോറ്റുമുട്ടണമെന്ന് പറഞ്ഞില്ല. കാരണം അവിടെ അറിവില്ലായ്മ എന്ന ഉദ്ർ അവർക്കുണ്ട്. അപ്പോൾ ഏത് വിഷയത്തിലും അറിവില്ലായ്മ ദീൻ അംഗീകരിച്ച ഉദ്റാണ് എന്നർത്ഥം. ഫദല്ല ദാലിക കുല്ലുഹു. അവിടെയും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വലിയൊരു വിശദീകരണം താഴെ കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ശരീഅത്തുകളെല്ലാം അറിഞ്ഞവർക്ക് മാത്രമാണ് നിർബന്ധം, അറിയാത്തവർ നിർബന്ധമാകുമോ എന്ന അസുലാണ് ഈ മസ്അലയെല്ലാം സ്വീകരിക്കുന്നതാണ്. ഇങ്ങനത്തെ മസ്അലയൊക്കെ ഉള്ള ബേസ് എന്ത് വെച്ചാൽ ശരീഅത്തൊരു നിയമം ഒരാൾക്ക് നിർബന്ധമാവുക അയാൾ എപ്പോഴാണോ ആ നിയമം ഇസ്ലാമിൽ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അവിടെ മുതലാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് അറിയില്ല, ഇസ്ലാം എങ്ങനെ അറിയില്ല എങ്കിൽ അയാൾ കാഴ്ച അയാൾക്കത് നിർബന്ധമില്ല എന്ന അസുര പ്രകാരമാണ് ഇവിടെ ഈ പറയപ്പെട്ട മസ്അലയിലും സമാനമായ മസ്അലയിലുമെല്ലാം അയാൾക്ക് ഹുക്മ പറയാനുള്ളത് ഈ നിലക്കാണ് എന്ന അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ സംഭവങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഫദല്ല ദാലിക കുല്ലുഹു, ഇതെല്ലാം അറിയിക്കുന്നു അലാ അന്നഹു ലാ യൽസമുൽ മുസ്ലിമ, ഒരു മുസ്ലിമിന് നിർബന്ധമില്ല എന്ന്
ഇആദത്തു മാ തറക്കഹു, അവൻ ഒഴിവാക്കിയതിനെ മടക്കി നിർവഹിക്കൽ, ഔ അഖ്തഅ ഫീഹി, അല്ലെങ്കിൽ അബദ്ധം പറ്റിയതിനെ മിനൽ ഇബാദാത്ത്, ഇബാദത്തുകളിൽ, ജഹ്ലൻ ബിഹുക്മിഹി, അതിൻ്റെ ഹുക്മ് അറിയാത്തതിനാൽ ഒഴിവാക്കുകയോ അബദ്ധം സംഭവിക്കുകയോ ചെയ്ത ഇബാദാത്തുകളെ ഒരു മുസ്ലിം വീണ്ടും ആവർത്തിച്ച് മടക്കേണ്ടതില്ല എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകാം. ബഅദ ഖുറൂജി വഖ്തിഹി, സമയം കഴിഞ്ഞതിനു ശേഷം. സമയം കഴിഞ്ഞിട്ടില്ലെങ്കിലോ അത് മടക്കണം. നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ദുഹർ നിസ്കരിച്ചു, ആ ദുഹർ നിസ്കാരം ശരിയല്ല എന്നാൽ അയാൾക്ക് നിസ്കാരം കഴിഞ്ഞ് 10 മിനിറ്റ് മനസ്സിലായി ദുഹറിൻ്റെ സമയം ഇനിയും ബാക്കിയാണ് എങ്കിൽ അയാൾ ആ ദുഹർ രണ്ടാമത് പോയി നിസ്കരിക്കുക എന്ന് പറയാം. 8 ദിവസം മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തു ഇപ്പോൾ പറഞ്ഞാൽ അന്നത്തെ നിസ്കാരം രണ്ടാമത് നിസ്കരിച്ചത് പറയേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞു പോയി. അതാണ് ബഅദ ഖുറൂജിൽ വഖ്തിഹി, വഖ്ത് കഴിഞ്ഞതിന് ശേഷം. വബിൽ അഖസ്സി, വിശേഷിച്ചും ഇദാ കസുറ, അത് ധാരാളമുണ്ടെങ്കിൽ, വ ശഖ്ഖത് ഇആദത്തുഹു, അത് ആവർത്തിക്കലാവട്ടെ പ്രയാസകരമാണ് താനും. ഒരു 10 കൊല്ലത്തെ നിസ്കാരമുണ്ട്, 10 കൊല്ലം വേണം അങ്ങനെ നിസ്കരിച്ചത്, ഇനി അതെല്ലാം കൂടി ഇപ്പം അയാൾ രണ്ടാമത് നിസ്കരിക്കാമെന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ 10 കൊല്ലത്തെ നോമ്പുണ്ട്, 300 നോമ്പുണ്ടാവും, ആ 300 നോമ്പ് നോൽത്ത് വിട്ടണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരാൾക്ക് വലിയ പ്രയാസകരമായ കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ചും അയാൾക്കതില്ല. എന്നാൽ ചിലർക്ക് പറഞ്ഞു അതൊന്നുമല്ല, ഇപ്പോൾ കുറഞ്ഞ 1-2 ദിവസത്തെ നിസ്കാരക്കുള്ളൂ, അത് നിസ്കരിക്കാൻ പറയാം, അത് ജമ്മിൻ്റെ വക്താണ്, അത് നിസ്കരിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ പൊതുവായ നയപ്രകാരം ഇങ്ങനെ സമയം കഴിഞ്ഞാൽ, അതിന് വക്ത് കഴിഞ്ഞു പോയാൽ പിന്നെ അത് ആവർത്തിക്കാൻ പറയേണ്ടതില്ല. വിശിഷ്യ കൂടുതൽ ഉണ്ടാവുകയും അത് ആവർത്തിക്കൽ, മടക്കി നിർവഹിക്കൽ അയാൾക്ക് പ്രയാസകരമാവുകയും ചെയ്യുകയാണെങ്കിലാണ് അത്. എന്നാൽ ചിലതൊക്കെ സമയം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞാലും ചെയ്യാൻ പറയും. ചില എല്ലാ ഇബാത്തും ഒരേപോലെ ആവില്ലല്ലോ. ചില ഇബാത്തിൽ ചില വാജിബാത്ത്, ഇപ്പം മീക്കാത്തിന് ഇഹ്റാൻ കിട്ടുക, അത് ചെയ്തിട്ടില്ല അയക്കാം, എനിക്ക് അറിയില്ലായിരുന്നു. മീക്കാത്തിന് ഇഹ്റാൻ കിട്ടണം ഹജ്ജിന് പോകുമ്പോൾ, അയാൾക്കത് അറിയില്ല. അയാൾ ജിദ്ദയിൽ പോയി ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ റൂമിൽ പറഞ്ഞ് റൂമിൽ നിന്ന് ഇറാൻ കിട്ടിയാൽ മതിയാണ്. അയാൾ റൂമിലൊക്കെ കുളിച്ച് ഉഷാറായി ഇറാൻ കിട്ടിയാൽ പോയത്. ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അയാൾക്ക് മനസ്സിലായത് ഇത് ഇഹ്റാം പ്രശ്നമാണല്ലോ, അത് ഇറാൻ കിട്ടിയിട്ടില്ല. അതിന് പ്രായശ്ചിത്തം അപ്പം ചെയ്യാൻ പറ്റും. അതിന് കഫാറത്ത് നിശ്ചയിച്ചു, ആ കഫാറത്ത് അയാൾക്ക് അപ്പം നിർവഹിക്കാം. ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ട്, തഹല്ലുലായിട്ടുണ്ട്, എന്നാലും അയാൾക്കപ്പോൾ ആ കഫാറത്ത് നിർവഹിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ബഅദ ഖുറൂജി വഖ്തിഹി എന്ന് പറഞ്ഞത്, സമയം കഴിഞ്ഞതിനു ശേഷം. ഇപ്പം ചിലതൊക്കെ സമയവുമായി ബന്ധപ്പെടുത്തിയാവില്ല, ചിലത് സമയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത് കഫാറത്ത് നിശ്ചയിച്ചതുണ്ടാവും. ചിലത് അത് വീണ്ടെടുക്കാൻ പിന്നെ അനുവാദമുള്ള, അതുമാത്രം പോയി ചെയ്താൽ ഒരു പക്ഷേ പരിഹരിച്ചു പോരാവുന്ന കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ അതിൽപ്പെട്ടതാണ്. ജംറയിൽ എറിയുക, അതേപോലെ മിനയിൽ താമസിക്കുക, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരാൾക്ക് പക്ഷേ ആ സമയം കഴിഞ്ഞാലും പിന്നീട് ആവർത്തിക്കാൻ പറ്റിയതുണ്ടാവും. അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അയാൾക്ക് പിന്നീട് പോയി ചെയ്യാം. ചിലത് കഫാറത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും, അത് കഫാറത്ത് നൽകാം. ഇങ്ങനെ എല്ലാ വിഭാഗത്തിനും ഏത് മസ്ലയിലും ഒരേ ഹുക്കുമാണോ ചോദിച്ചാൽ അല്ല. പൊതുവായി ഉള്ളത് അയാളുടെ കഴിവിനെ പരമാവധി അയാൾ നിർവഹിച്ചു, അയാൾക്ക് മാക്സിമം അറിയാനുള്ള വഴികൾ തേടി, അയാൾ അറിഞ്ഞു, പഠിച്ചു, അയാൾക്ക് കിട്ടിയ അറിവ് പ്രകാരം അയാൾ അമൽ ചെയ്തു. ആ കിട്ടിയ അറിവ് തെറ്റായിരുന്നു എന്ന് അയാൾക്ക് പിന്നീട് മനസ്സിലായി എങ്കിൽ അയാളതിന് ഉത്തരവാദിയല്ല. അയാൾ കിട്ടിയ ഇൽമ പ്രകാരം ചെയ്തിട്ടുണ്ട്, കഴിവിൻ്റെ പരമാവധി അയാൾ തഖ്വ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ ആ കിട്ടിയ അറിവ് ശരിയല്ലായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. അപ്പം അതിന് മൊത്തത്തിൽ പറഞ്ഞത്, ഒരാൾക്ക് അറിവില്ലായ്മ എന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉദറായി, അയാൾക്കൊരു ന്യായമായി, ഒഴികഴിവായി കണക്കാക്കപ്പെടാം. എന്നാൽ അറിയാനുള്ള വഴികൾ ഉണ്ടായിട്ടുള്ള അറിയാതെ പോവുകയാണെങ്കിൽ അത് അയാൾക്കൊട്ട് ന്യായമല്ല, പഠിക്കൽ അയാളുടെ നിർബന്ധമാണ്. അങ്ങനെ വന്ന വീഴ്ചകൾ അയാൾ എത്ര കാലം ആ വീഴ്ചയോടെ മുന്നോട്ട് പോയാലും ആ ചെയ്ത ഇബാദത്തുകൾ വീണ്ടും ചെയ്യാൻ അയാളോട് കൽപ്പിക്കപ്പെടുക ഇല്ല. നബിതങ്ങൾ സ്വഹാബിമാരോടൊന്നും ഈ വിഷയങ്ങളൊന്നും ആവർത്തിച്ച് നിസ്കരിക്കാൻ പറഞ്ഞില്ല, നോമ്പ് നോറ്റ് വിട്ടാൻ പറഞ്ഞില്ല, ജനാപത്ത് കൂടി ഇല്ലാതെ നിസ്കാരം വേണ്ടെന്ന് വെച്ചവരോട് നിസ്കരിക്കാൻ പറഞ്ഞില്ല എന്നതൊക്കെ അത് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ അദ്ദേഹത്തിൽ വന്ന പ്രധാനപ്പെട്ട മസ്അല. ഇതിൽ പൊതുവായി തത്വമായി സ്വീകരിക്കുന്നത് നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലി ഖായിമൻ. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പൈൽസുണ്ടായി, ധാരാളമായി രക്തം വാർന്നൊഴുകി, ശരീരമാകെ ശോഷിച്ച് നിസ്കരിക്കാൻ പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് അദ്ദേഹം എത്തി.
അപ്പം അദ്ദേഹത്തിൻ്റെ നബി വന്നു. അപ്പം അദ്ദേഹം നബിയോട് ആവരാജ് പറഞ്ഞു, നബി എനിക്ക് നിസ്കരിക്കാൻ പോലും നിൽക്കാൻ കഴിയുന്നില്ല, എന്താ ചെയ്യാം? അപ്പം നബി ഞങ്ങൾ പറഞ്ഞു സൊല്ലി ഖായിമൻ, നീ നിന്ന് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതിഅ്, കഴിയില്ല എങ്കിൽ ഫഖാഇദൻ, ഇരുന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തതിഅ്, അതിനും സാധ്യമല്ലെങ്കിൽ ഫഅലാ ജംബിൻ, ഒരു ഭാഗത്തിന് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കുക. അപ്പം അവിടെയൊക്കെ കഴിവാണ് കണക്കാക്കപ്പെട്ടത്. ചെയ്യുന്ന ആൾക്ക് എത്ര കണ്ട് കഴിയും എന്നാണ് അവിടെ അസലായി പറഞ്ഞത്. അപ്പം നിന്ന് നിസ്കരിക്കുക നിർബന്ധമല്ലേ? നിർബന്ധമാണ്. ആർക്ക്? കഴിയുന്ന ആൾക്ക്. കഴിയാത്തവനോ ആ നിർബന്ധമില്ല. ഇത് നിസ്കരിക്കുക നിർബന്ധമല്ലേ? ആണ്. അതും കഴിയാത്തവനോ ആ നിർബന്ധമില്ല. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം. അതേപോലെ വത്തഖുല്ലാഹ മസ്തത്വഅ്തും, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ള ഖുർആനിൽ പറയുകയും ചെയ്തു. നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളോടും കഴിവിനപ്പുറം അല്ലാഹു തആല കീർത്തിക്കുകയില്ല എന്നതെല്ലാമുള്ള ആയത്തും ഹദീസുമാണ് ഇതിനെല്ലാം അടിസ്ഥാനമായി പണ്ഡിതന്മാർ സ്വീകരിച്ച് കാണുന്നത്. വല്ലാഹു അഅലം. ഇനി അൽ ഫസ്ലു സാമിൻ, 8-ാമത്തെ അധ്യായം, തഖീറുസ് സ്വലാത്തി അൻ വഖ്തിഹാ, നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിപ്പിക്കൽ എന്നതാണ്. തമിഴില്ലേ? കഴിഞ്ഞോ? പ്രിന്റ് കഴിഞ്ഞു അല്ലേ? എന്താ അടുത്തേക്ക് വെക്കണ? ഓക്കെ, ഫോളോ ഉണ്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും, മുമ്പിട്ടിനും. തഖീറു സ്വലാത്തി അൻ വഖ്തിഹ തുടങ്ങി വെക്കാം നമുക്ക്. നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിപ്പിക്കൽ. ഇതുവരെ പറഞ്ഞ നിസ്കാരം ഒഴിവാക്കലാണ്, ഒഴിവാക്കുന്നില്ല, പക്ഷെ സമയത്ത് നിസ്കരിക്കുന്നില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തോന്നുമ്പോൾ ശരി അറിയാലോ, നിസ്കരിക്കണൊക്കെ ഉണ്ട്. ചിലപ്പോൾ മജീബ് സ്കേറ്റ് കാണാൻ സുബീ സ്കരിക്കണേ പള്ളിക്കെന്ന് കണ്ട്. ഇല്ല, അത് ആകെ പറഞ്ഞത് ഉറക്കവും മറവിയുമാണ്. എന്ത് വരുന്നുണ്ട്? ഉറക്കവും മറവിയും, അതെ, ആ വക്ത് മാത്രം, അല്ലാതെ മറ്റില്ല. പിന്നെ തൗബൻ്റെ കൂടെ അത് മടക്കി നിസ്കരിക്കണോ വേണ്ടെന്നുള്ള പണ്ഡിതന്മാർ ചർച്ചകൾ മാത്രമാണ് അതിൽ വന്നത്. ഈ തഖീറു സ്വലാ അൻ വഖ്തിഹ, സമയത്തെ തൊട്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കൽ. നിസ്കരിക്കുന്നത് ഒഴിവാക്കണമെന്നില്ല, പക്ഷെ സമയത്തല്ല അയാൾ നിസ്കരിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതാണ് പല കാരണങ്ങളാൽ. നിസ്സാര കാരണങ്ങൾക്ക് പോലും ആളുകൾ സമയത്ത് തൊട്ട് പിന്തിപ്പിക്കലുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പരി രണ്ടാൾ കാണാൻ വന്നു, ഇനി ബോറെടുപ്പ് എങ്ങനെ അവിടെ ഇരിക്കാൻ പറയാം എന്ന് വിചാരിച്ചിട്ട് വരെ നിസ്കാരം ഒഴിവാക്കലുണ്ട്. കേരള യാത്രക്കാരെ ബൈക്കാട് കാത്തു നിന്നിട്ട് മരിബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കേട്ടു പ്രാവശ്യം. അപ്പം അതൊന്നും അതിന് പറ്റൂല. ലാ യജൂസു തഖീറു സ്വലാത്തിൽ മഫ്റൂള, ഫർളായ നിസ്കാരം പിന്തിപ്പിക്കൽ ജായിസാവുകയില്ല, അനുവദനീയമല്ല. അനിൽ വഖ്തില്ലദീ യജിബു അദാഉഹാ ഫീഹി, അത് നിർവഹിക്കാൻ നിർബന്ധമായും പറഞ്ഞ സമയമേതാണോ ആ സമയത്തിനപ്പുറത്തേക്ക് പിന്തിപ്പിക്കുക എന്നത് ജായിസല്ല. ഓരോ നിസ്കാരത്തിനും അത് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. യാത്രയിലാണോ ജമ്മുണ്ട്, അപ്പോൾ സമയം നീട്ടിക്കിട്ടും. ആ നിസ്കാരം നിർവഹിക്കാൻ നിശ്ചയിച്ച സമയമേതാണോ ആ സമയത്ത് നിർവഹിക്കണം, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകൽ അനുവദനീയമല്ല. വഹാദ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാകുന്നു. സമയത്ത് തൊട്ട് പിന്തിപ്പിക്കൽ ജായിസല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല, അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് താഴെ കൊടുത്തിട്ടുണ്ട്. അസ്സലാത്തു ബഅദ തഫ്വീത്തിൽ വഖ്തി അംദൻ, സമയം കഴിഞ്ഞു പോയതിനു ശേഷം ബോധപൂർവം മനഃപൂർവ്വം സമയം പിന്തിപ്പിച്ചിട്ട് പിന്നീട് നിസ്കരിക്കുകയാണ് എങ്കിൽ ലാ തുഖ്ബലു മിൻ സ്വാഹിബിഹാ, അയാൾ ചെന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വലാ യസ്ഖുതു അൻഹു ഇസ്മു തഫ്വീത്തിൽ മുഹറം, ഹറാമായ ഈ പിന്തിപ്പിക്കൽ എന്നതിൻ്റെ കുറ്റം അയാൾ നിന്ന് ഒഴിവാവുകയുമില്ല. അയാൾ വെറുതെ നിസ്കാരം അങ്ങനെ അലംഭാവമായി നിന്ന് നിസ്കരിക്കാന്ന് വെച്ചാൽ അവസാനം സമയം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചു എങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമല്ല. ഇത് പിന്തിപ്പിച്ചതിൻ്റെ കുറ്റം അയാൾ നിന്നോട്ട് ഒഴിവാവുകയും ഇല്ല. ചില ആളുകൾ ധാരണതാണ്, അപ്പോൾ കഥ കിട്ടിയ പോലെ പിന്നെ കുറ്റബോധം പോലും ഇല്ല. കഥാണ് വിട്ടിയ പിന്നെ ഓന് കഴിഞ്ഞു, പിന്നെ അതിന് ഒരു പ്രയാസമോ ഒരു മനസാക്ഷി കുത്തോ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പോലും ഓൻ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് പറയുകയില്ല. അപ്പോൾ അവിടെ നിസ്കാരം സ്വീകാര്യമല്ല എന്നാണ്. ഓരോ ഖലാഹ, അവൻ അത് ഖലാ വീട്ടിയാലും ശരി, ബിത്തിഫാഖിൽ മുസ്ലിമീൻ, അതിൽ മുസ്ലിമീങ്ങളുടെ ഇത്തിഫാഖുണ്ട്. ഒരങ്ങനെ നിസ്കരിച്ചാലും ശരി അത് സ്വീകാര്യവുമല്ല, ആ കുറ്റത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒഴിവാകുകയുമില്ല. വഖാല ശൈഖുന മുഹമ്മദ് ബിൻ ഉസൈമീൻ ഫീ ഫിഖ്ഹിൽ ഇബാദാത്ത്, ഇദ്ദേഹത്തെ ഉസ്താദ് കൂടിയാണ് ഇബ്നു ഉസൈമീൻ. അദ്ദേഹം പറഞ്ഞു ഫിഖ്ഹുൽ ഇബാദാത്ത് എന്ന കിതാബിൽ ഈ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഇല്ലം യകുൻ ലഹു ഉദ്റുൻ,
അവന് ഒരു ഉദറുമില്ല എങ്കിൽ, ഉദരെന്താണ്? ഉറക്കം, മറവി, അങ്ങനത്തെ ഉദറൊന്നുമില്ല എങ്കിൽ ഫഇന്ന സ്വലാത്തഹു ലാ തസിഹു, അവിടെ നിസ്കാരം സ്വഹിയാവുകയില്ല. വലൗ സ്വല്ല അൽഫ മറത്തിൻ, 1000 തവണ നിസ്കരിച്ചാലും ശരിയാണ്. സമയം കഴിഞ്ഞു പോയി, ഇനി ആ നിസ്കാരം 1000 വട്ടം നിസ്കരിച്ചു എന്നാലും ശരി, ആ നിസ്കാരം സ്വീകാര്യമല്ല. കാരണം നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു അമൽ ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്. അപ്പൊ ഇതിന് നബിയുടെ കൽപ്പന ഇല്ല. അല്ല, ദുഹ്ർ സമയം കഴിഞ്ഞിട്ട്, ദുഹ്ർ സമയം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കുക, അതാണ് പിന്തിപ്പിക്കാറ്. സമയത്തോട് പിന്തിപ്പിക്കാം. ദുഹ്ർ സമയത്ത് എപ്പോഴും നിസ്കരിക്കാനോ, അത് പിന്തിപ്പിക്കലല്ല, അത് ദുഹ്റിന്റെ സമയം തന്നെയാണ്. ദുഹ്ർ ബാങ്ക് കൊടുത്താൽ അസ്ർ വരെ സമയമുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും നിസ്കരിക്കാം. അത് ദുഹ്റിന്റെ സമയത്താണ് നിർവഹിച്ചത്. ആ സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, അതാണ് തഖീർ. അങ്ങനെ ഒരു ഉദറുമില്ലാതെ ഒരാൾ ബോധപൂർവം ആ നിസ്കാരം പിന്തിപ്പിച്ചു, പിന്നെ അയാൾ നിസ്കരിച്ചു എങ്കിൽ ആ നിസ്കാരം സ്വീകാര്യമല്ല. അയാൾക്ക് ആ കുറ്റമുട്ട് അതുകൊണ്ട് ഒഴിവാവുകയും ഇല്ല. അവ കുറ്റമുണ്ട്, അയാൾ തൗബ ചെയ്യുക, ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ആ കുറ്റം പുറത്ത് കിട്ടാനുള്ള വഴിയാണ് അയാൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ അത് നിസ്കരിച്ചു, അത് കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരു മനസാക്ഷി കുത്തു പോലും ഇല്ലാതെ എഴുന്നേറ്റ് പോകേണ്ടുന്ന ഒരു കാര്യമല്ല. അത് നിൽക്കുമ്പോൾ സമൂഹത്തിൽപ്പതാണ്. കൂലിപ്പണിക്ക് പോകുമ്പോൾ വരെ കൂലിപ്പണിക്ക് പോവുക, അപസ്കരിക്കുക, എന്നിട്ട് പിന്നെ അത് മരുവിശേഷം നമുക്ക് കുളിച്ച് പ്രസായി വന്നിട്ട് പിന്നെ ഒന്നാം നിസ്കരിക്കുക എന്ന് പറയാം. സുബഹിക്ക് എണീക്കാൻ വൈകി നഞ്ഞപ്പോൾ നമുക്ക് ളുഹറിനൊപ്പം നിസ്കരിക്കുക എന്ന് പറയാം. അങ്ങനെയൊക്കെ ഒരു കാരണമില്ലാതെ റമദാൻ മാസം നോമ്പെടുക്കാൻ രണ്ടാൾ പെരീക്കുന്ന വരെ നിസ്കാരം ഒഴിവാക്കിയ സമയമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ഇല്ലാവുള്ളൂ. രണ്ടാൾ നോമ്പെടുപ്പിക്കാൻ വിളിച്ചാൽ വരെ പിന്നെ അന്ന് പെണ്ണിക്കൊന്നും അന്ന് മരിപ്പില്ല. കാരണം ഓരോ വർഷം കഴിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ പിന്നെ ഏശാൻ കൊടുത്തു. അപ്പോൾ പിന്നെ മരിപ്പ് കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ തറാവി നിസ്കരിച്ച് മരപ്പം നിസ്കരിക്കാം എന്ന് പറയാം. പെരി വിരുന്നേരം നിസ്കാരം ഒഴിവാക്കുക. ഒരാൾ കാണാൻ വന്നവരെ അയാൾ അപ്പോൾ ഇരുത്താൻ പറ്റില്ലല്ലോ, ഒന്നാക്കി നിസ്കരിച്ചാൻ പോകുമ്പോഴേ അയാൾ വന്നത്. അപ്പോൾ ആകെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഇനിയിപ്പോൾ അയാളിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, മോശമല്ലേ വർത്തനൊക്കെ പറഞ്ഞാൽ അയാൾ പോയപ്പോത്തിന് അടുത്ത വാങ്ങ് കൊടുത്തു, പിന്നെ പോയി നിസ്കരിക്കുക. അതൊന്നും ഒരു ശരിയായ രീതിയല്ല. അവൻ കുറ്റക്കാരനാണ്, ആ നിസ്കാരം സ്വീകാര്യമല്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് 1000 വട്ടം നിസ്കരിച്ചാലും ശരി ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒന്നാണ് എന്നർത്ഥം. മഗ്‌രിബിന്റെ സമയം 2 അഭിപ്രായമുണ്ട്. അതിൽ ശരിയായ അഭിപ്രായം ഇശാ വരെ ഉണ്ടെന്നുള്ളതിനാണ്. അതായത് മേഘത്തിലെ കടും ചുവപ്പ് മായുന്നത് വരെ, മാഞ്ഞാലാണ് ഇശാ സമയമാവുക, അതുവരെ. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ പുതിയ അഭിപ്രായ പ്രകാരം മഗ്‌രിബിന്റെ വക്ത് വളരെ കുറച്ചേ ഉള്ളൂ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വുളൂ ചെയ്യുക, വസ്ത്രം മാറുക, 3 റക്അത്ത് ഫർദും 2 റക്അത്ത് സുന്നത്തും, 5 റക്അത്ത് നിസ്കരിക്കുക. അതിനെത്ര സമയം വേണോ ആ സമയമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞു എന്നാണ് ഇമാം ഷാഫിയുടെ ഖൗലുൻ ജദീദ്, പുതിയ അഭിപ്രായം. അതല്ല ശരി. പഴയ അഭിപ്രായത്തിൽ ഷഫഖുൽ അഹ്മർ, അന്തരീക്ഷത്തിലെ അസ്തമന ശോഭ, സൂര്യ അസ്തമിച്ചാലും അതേ ശോഭ ഉണ്ടാവും. ആ ശോഭ കടും ചുവപ്പ് അത് മായുന്നത് വരെ, അത് മാഞ്ഞാൽ ഇശാ ആയി മായുന്നത് വരെ മഗ്‌രിബിന്റെ സമയം എന്നതാണ് ശരിയായ അഭിപ്രായം. ഇനി വരും സ്കാത്ത സമയമൊക്കെ ഇതിൽ വരാണ്ട്. അടുത്ത ബാബതാണ്, അതാണ് വലിയ ബാങ്കാമത്തൊക്കെയാണ്. അടുത്ത മസ്ലിം കൂടെ വായിക്കലേ. ولهذا يجب على الخائف والمريض والمسافر ومن كان مشتغلا بشغل أو صناعة أداء الصلاة في وقتها بحسب حاله. സമയത്ത് തൊട്ട് പിന്തിപ്പിക്കൽ അനുവദനീയമല്ല എന്നതുകൊണ്ടാണ് വലിഹാദ, ഇതിനാലാണ് യജിബു നിർബന്ധമാകുന്ന ഖായിഫി ഭയപ്പാടുള്ളവന്, വൽ മരീദി രോഗിക്ക്, വൽ മുസാഫിർ യാത്രക്കാരനും, വമൻ കാന മുസ്തഖിലൻ ബിശുഗ്ലിൻ ഒരു ജോലിയിൽ വ്യാപൃതമായവനും, ഔ സനാഅത്തിൻ ഒരു എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയിൽ വ്യാപൃതമായവനുമെല്ലാം നിർബന്ധമാണ് അദാ ഉസ്സലാ നിസ്കാരം നിർവഹിക്കൽ, ഫി വഖ്തിഹ അതേ സമയത്ത്, ബിഹസബി ഹാലിഹി അവൻ്റെ അവസ്ഥക്കനുസരിച്ച്. പേടിച്ച് പഠിച്ചു നിൽക്കുന്ന സമയമാണ് എന്നാലും നിസ്കരിച്ചോളൂ. യുദ്ധത്തിൽ നിസ്കരിക്കാൻ പറഞ്ഞല്ലോ, യുദ്ധക്കളത്തിൽ വരെ നിസ്കരിക്കാൻ പറഞ്ഞു, രോഗിയോട് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പം സമയത്തിന് അപ്പുറത്തേക്ക് പിന്തിപ്പിക്കാൻ വല്ല വകുപ്പുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാലോ, അസുഖം മാറിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയാലോ, അതില്ല. അപ്പം ഭയം ശക്തമായ സമയത്ത് ഏതാണ് ഓക്കെ നമ്മൾ അവിടെ വായിച്ചില്ലേ? ഓക്കെ നമ്മൾ മറ്റേ അടിക്ക് വായിച്ചു പോയതാണ്. ഓക്കെ നമുക്ക് തിരിച്ചു വരാൻ തരും. അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കുന്നത് നിർബന്ധമാണ്. ഹാദാ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാഉള്ള കാര്യമാണ്.
ലിഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലാണ് തെളിവ്, ഇന്ന സ്വലാത്ത കാനത് ലിൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, നിസ്കാരം വിശ്വാസികൾക്ക് വഖത്ത് നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു. വെറും നിർബന്ധം എന്നല്ല പറഞ്ഞത്, കിതാബൻ മൗഖൂത, വഖത്ത് നിശ്ചയിക്കപ്പെട്ട, സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നിർവഹിക്കാം. സമയം കഴിഞ്ഞാലോ ഇത് കഴിഞ്ഞു. വലിമാ റവാ അബൂ ഖതാദത റളിയല്ലാഹു അൻഹു, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഇന്നഹു ലൈസ ഫിൻ നൗമി തഫ്രീത്തുൻ, ഉറക്കത്തിൻ്റെ വിഷയത്തിൽ ഒരാൾക്ക് വീഴ്ച ഇല്ല. ഒരാൾ ഉറങ്ങിപ്പോയി എങ്ങനെ അയാൾ വീഴ്ച പഠിച്ച് നിസ്കാരത്തിനെ കാഴ്ചയെന്ന് അയാളെ പറ്റി പറയാൻ പറ്റില്ല. ഇന്നമ തഫ്രീതു അലാ മൻ ലം യുസല്ലി സ്വലാ, നിസ്കാരം നിർവഹിക്കാത്ത ഒരാൾക്കാണ് വീഴ്ച. ഹത്താ യജിഅ വഖ്തു സ്വലാത്തിൽ ഉഖ്റാ, മറ്റൊരു നിസ്കാരത്തിന് സമയം പ്രവേശിക്കുന്നത് വരെ ഈ നമസ്കാരം നിർവഹിച്ചില്ല, അതിനാണ് വീഴ്ചയായിട്ട് കണക്കാക്കപ്പെടുക. ഉറങ്ങിയ ഒരാൾ വീഴ്ച സംഭവിച്ച ആളെന്ന് പറയാമതല്ല എന്ന് പറഞ്ഞ ഹദീസുമാണതിന് തെളിവ്. റവാഹു മുസ്ലിം. വ അലൈഹി, ഇത് പ്രകാരം ഫയജിബു, നിർബന്ധമാണ്, അദാ ഉസ്സലാ, നിസ്കാരം നിർവഹിക്കൽ, ഖബ്ല അൻ യഖ്റുജ വഖ്തുഹാ, അത് സമയം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അയാൾ നിർവഹിക്കണം. എപ്പോൾ നിർവഹിക്കണം? ബിവഖ്തിൻ യത്തസിഉ ലി അദാഇഹാ ഫീഹി, ഈ നിസ്കാരം നിർവഹിക്കാൻ എത്ര സമയം വേണോ അത്ര സമയത്തിനുള്ളിലെങ്കിലും നിസ്കരിച്ചോളണം. അടുത്ത ബാങ്ക് കൊടുക്കാൻ 1/2 മിനിറ്റ് ബാക്കിയുണ്ട്, അപ്പം പോയി തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി, ഫാത്തിഹ പൊതുവെ ബാങ്ക് കൊടുത്തു, പോകാൻ സമയത്ത് നിസ്കരിച്ചു പറയാൻ പറ്റില്ല. ഈ ഫർള് നിർവഹിക്കാൻ എത്ര സമയമാണോ വേണ്ടത് ആ സമയമെങ്കിലും ബാക്കിയാകുമ്പോൾ അയാൾ നിസ്കരിക്കലേക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു നിസ്കാരം കിട്ടുള്ള വിഷയം, നിസ്കാരം കിട്ടും, അത് മറ്റൊരു മസല. പക്ഷെ അയാൾ നിസ്കരിക്കേണ്ടത് എപ്പോൾ, സമയത്തിനപ്പുറം പിന്തിപ്പിച്ചു എന്ന് അയാൾക്ക് പിന്നെ എപ്പോൾ പറയാം? ആ നിസ്കാരം നിസ്കരിക്കാൻ അയാൾക്ക് എത്ര സമയം ആവശ്യമുണ്ടോ ആ സമയമെങ്കിലും ബാക്കി നിൽക്കെ അയാളത് നിർവഹിക്കണം. അതാണ് അയാൾക്കുള്ള വാജിബ്, ബാധ്യതാണ്. വഹാദ മുജ്മഉൻ അലൈഹി, ഈ കാര്യവും ഇജ്മാ ഉള്ള കാര്യമാകുന്നു, എല്ലാവരും ഏകോപിച്ച കാര്യമാകുന്നു. അത് ഇമാം ഇബ്നു അബ്ദുൽ ബർ അൽ ഇസ്തിദ്കാർ, അൽ ബയാൻ വ തഹ്സീൽ, മജ്മൂ ഇബ്നു തൈമിയ്യയുടെ ഫതാവ, ഇബ്നു ഹജറിൻ്റെ ഫത്ഹുൽ ബാരി, ഇബ്നു ആബിദിൻ്റെ ഹാഷിയ, ഇതിലെല്ലാം ഈ വകുപ്പ് ഈ മസല ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം താഴെ കൊടുത്തിരിക്കുന്നത്. ഏതെന്നാലും നിസ്കാരം ഏറെ ഗൗരവമുള്ള, പ്രാധാന്യമുള്ള നിർബന്ധ ബാധ്യതയാണ്. അത് സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. ബാലികായ, ആഖിലായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും അത് നിർബന്ധമാണ്. അത് വീഴ്ച വരുത്താൻ പാടില്ല, സമയത്ത് തൊട്ട് പിന്തിപ്പിക്കാനും പാടില്ല. നിശ്ചിത സമയത്ത് തന്നെ നിർവഹിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഒരു വേള ഇസ്ലാം വരെ പുറത്തു പോകാൻ നിമിത്തമായേക്കാവുന്ന കാര്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കാൻ പ്രത്യേകമായി നാം ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഇത് 1262 മസലയാണ്. ഇനി നമുക്ക് ക്ലാസ് എടുക്കാം. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.